ഖുൽതു ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ ഫഅല റജുലി യാ റസൂലല്ലാഹ് ഒരു പുരുഷന് ഏറ്റവും കടമ ആരോടാണ്? അവിടെന്ന് പറഞ്ഞു ഉമ്മുഹു നിന്റെ ഉമ്മയോടാണ്. ഒരു പെണ്ണിന് ഭർത്താവാണെങ്കിൽ ഒരു പുരുഷന് ഏറ്റവും കടപ്പാട് ഉമ്മയോടാണെന്ന് നബി തിരുമേനി പറഞ്ഞു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ. ആരാണ് ആയിഷ എന്നറിയോ? ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മയാണ്. നബിയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മയാണെന്ന് സൂറത്തുൽ അഹ്സാബ്. വഅസ്വാജുഹു ഉമ്മഹാതുഹു, നബിയുടെ സഹധർമ്മിണിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. ശുദ്ധ ഖുർആൻ. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏക കന്യകയായ ഒരു ഭാര്യ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ 4-ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളിൽ 4-ാം സ്ഥാനത്താണ് ഈ വനിതാ രത്നം, ഈ മഹിളാ രത്നം. 1-ാം സ്ഥാനം അബൂ ഹുറൈറയ്ക്കാണ് റളിയല്ലാഹു അൻഹു. 4-ാം സ്ഥാനത്ത് മഹദി ആയിഷയുണ്ട്. 2210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2210 ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും തുർമുദിയിലും ഇബ്നു മാജയിലും അബൂദാവൂദിലും നസായിലുമായി ചിതറിക്കിടക്കുകയാണ്. ഹസ്രത്ത് ആയിഷ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ആയിഷ ബീവിയുടെ താരീഫ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബുദ്ധിമതി, ബ്രില്യന്റ്, പ്രസംഗക, കവയത്രി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ 18 വയസ്സ് പ്രായം. നല്ല ബുദ്ധിമതിയായിരുന്നു. എന്തിനാണ് മഹദി ആയിഷയെ പ്രവാചകൻ വിവാഹം ചെയ്തതെന്ന് അറിയുമോ? നബിയുടെ അടുക്കള ജീവിതവും നബിയുടെ മണിയറ ജീവിതവും നബിയുടെ ഗാർഹിക ജീവിതവും സമൂഹത്തിന് പകർന്നു കൊടുക്കാനാണ്. ആയിഷ ബീവിയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വളരെ രസകരമായ ഹദീസുകളാണ്. അല്ലാഹു തആല ഇൽമു പഠിക്കാനും ഇൽമിന്റെ സദസ്സിലേക്ക് വരാനും ഇൽമിന്റെ സദസ്സിനെ സഹായിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇൽമിന്റെ സദസ്സിന് ത്യാഗം ചെയ്യാൻ അല്ലാഹു പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഇൽമിന്റെ സദസ്സിന് മര്യാദകളുണ്ട്. നിങ്ങളൊക്കെ അറിവുള്ളവരാണ്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. മഹദി ആയിഷ ചോദിച്ചു, ഒരു സ്ത്രീക്ക് ഏറ്റവും കടമ ആരോടാണ്? അവിടെ നിന്ന് പറഞ്ഞു, നബി തിരുമേനി പറഞ്ഞു, ഒരു പെണ്ണിന് ഏറ്റവും കടമ അവളുടെ ഭർത്താവാണ്. ഒരു പുരുഷന് ഏറ്റവും കടമ അവളുടെ ഉമ്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും നമുക്ക് കടമ നമ്മുടെ ഉമ്മയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു, ഉമ്മയ്ക്ക് 3 സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. ബാപ്പയേക്കാൾ 3 ദറജ ഉമ്മയ്ക്കുണ്ട്. അത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ അഹ്ഖാഫ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മയ്ക്ക് ഏറ്റവും പ്രഥമ കടമ, ഉമ്മയോടാണ് ഏറ്റവും ബാധ്യതയും കടപ്പാടുമുണ്ട് എന്ന് പറയാൻ കാരണം 3 കാരണങ്ങൾ കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ, നാം മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു, അനുശാസിക്കുന്നു, ബിവാലിദൈഹി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണമെന്ന്, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണമെന്ന്, നന്നായി അവരോട് സഹവർത്തിക്കണമെന്ന് മനുഷ്യനോട് നാം അനുശാസിക്കുന്നു. അല്ലാഹു പറഞ്ഞു, മാതാവിനും പിതാവിനും ഇഹ്സാൻ ചെയ്യണം. എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഉമ്മയ്ക്ക് 3 ദറജ, പദവി കൂടുതലാണ്.
എന്താ കാരണം? ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. സൂറത്തുൽ അഹ്കാഫ്. അഹ്കാഫ് എന്ന് പറഞ്ഞാൽ താഴെ എന്ന് 5-ാമത്തെ ജുസ്. സൂറത്തുൻ നാസ് എണ്ണിയാല് അമ്മ, തബാറക, ഖദ് സമിഅല്ലാഹ്, ഖാല ഫമാ ഖത്ബുകും, പിന്നെ അഹ്കാഫ്. അത് 5-ാമത്തെ ജുസ്വാ. സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു പറഞ്ഞു മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉമ്മയ്ക്ക് 3 ദറജ കൂടുതലുണ്ട്. എന്താ കാരണം? അവനെ മാതാവ് ഗർഭം ചുമന്നത് ദുരിതം അനുഭവിച്ചുകൊണ്ടാണ്. നിന്നെ പ്രസവിച്ചതും ദുരിതം സഹിച്ചുകൊണ്ടാണ്. നിന്റെ ഗർഭധാരണവും മുലകുടി പിരിയലും 30 മാസത്തിലാണ്. എന്താ ഖുർആൻ? ഇമാം ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ബാപ്പയ്ക്കില്ലാത്ത പ്രത്യേകത ഉമ്മയ്ക്കാണ്. ഉമ്മയാണ് 3 ബുദ്ധിമുട്ടുകൾ സഹിച്ചത്. ഒന്നാമത്തെ ബുദ്ധിമുട്ട് ഉമ്മയാണ് ഹംല്. മലബാറുകാരോട് ഹംല് എന്താന്ന് പറയണ്ടല്ലോ, പറയണോ? അല്ലേ? ഓളെ കൂട്ടിക്കൊണ്ട് വന്നു. എന്താ? ഓൾക്ക് ഹംല. മലബാറുകാരുടെ നാവിൽ ഹംല്. ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഹംല എന്താന്ന് ഒരു കുന്തത്തിനും അറിയില്ല. മനസ്സിലായില്ല? മലബാറിലെ മുസ്ലിമീങ്ങൾ എപ്പോഴും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചരിക്കുന്നവരല്ലേ. ബാപ്പയ്ക്കില്ലാത്ത പ്രത്യേകത ഉമ്മ ഏറ്റെടുത്തു. ഉമ്മയാണ് ഗർഭം ചുമന്നത്. ഹംല്, ഗർഭധാരണം 1. 2, ഉമ്മയാണ് വലഅ നിർവഹിച്ചത്. വലഅ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. ഹമലത്ഹു ഉമ്മുഹു കുർഹ വവലഅത്ഹു കുർഹ. ഒരു സ്ത്രീ ഐഹിക ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. പണ്ട്, ഇപ്പൊ അല്ല, ഇപ്പൊ മയക്കി കിടത്തിയിട്ട് കീറും വയറ്, സിസേറിയൻ. എന്നിട്ട് അഭിമാനത്തോടെ അവൾ പറയും എന്റെ കുട്ടികളൊക്കെ 3 എണ്ണവും സിസേറിയനാ. എന്നിട്ട് പറയും മാതായി. എവിടെ? അങ്ങ് പോയി പോലും കിംസിലോ മിംസിലോ ഒക്കെ പേരും പറയും. കാരണം സെൻട്രലൈസ്ഡ് AC ആണല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇന്ന് മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് ഉമ്മജിയോടും സ്നേഹമില്ല. കാരണം വേദന സഹിച്ചാരെങ്കിലും ഇപ്പൊ പ്രസവിക്കുന്നുണ്ടോ? ഇപ്പൊ കീറിയെടുക്കുക. ഇമാം ഖുർത്തുബി പറഞ്ഞു ഏറ്റവും പ്രഥമ കടപ്പാട് ഉമ്മയോടാണ്. ആ ഉമ്മയ്ക്ക് തന്നെ 3 പദവി കൂടുതലുണ്ട്. 1 ഗർഭധാരണം, മറ്റൊന്ന് വേദന സഹിച്ച് പ്രസവിച്ചത്, മൂന്നാമത്തേത് വഹംലുഹു വഫിസാലുഹു മുലകുടി ബന്ധം, മുലകുടി പിരിഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു 30 ശഹ്റ, 30 മാസം. 30 മാസം. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു حملته أمه وهنا على وهن وفصاله في عامين. وفصاله നിനക്ക് മുലകുടി പിരിഞ്ഞത് ഫി ആമൈൻ, 2 വർഷത്തിലാണ്. ഒരു കുഞ്ഞിന് ഒരു മാതാവ് ഐച്ഛികമായി മുല കൊടുക്കേണ്ട കാലം അംറു വുജൂബ്, ഇത് വാജിബല്ല. അല്ലാഹു തആല പറയുന്നു ഇഷ്ടമുണ്ടെങ്കിൽ മുല കൂടി പൂർണ്ണമാക്കി കൊടുക്കാൻ ഒരു തള്ളക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാം. 2 വർഷം. എത്ര നാള്? 2 വർഷം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. യുവാക്കൾ ചിന്തിക്കുക, പടച്ചോനെ പാല് കൊടുക്കണമെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട് ഹബീബേ. വിശുദ്ധ ഖുർആൻ ആർക്കുള്ളതാണ്? മാനവരാശിക്കുള്ള മാർഗദർശനമാണ്, ഗൈഡാണ് ഖുർആൻ. ഖുർആനിൽ എല്ലാം പറയുന്നുണ്ട്. ഉമ്മ പാല് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ പറയുന്നു. ഉമ്മ ഫാരക്സ് അല്ല കൊടുക്കേണ്ടത്, ഉമ്മ അമുല് കലക്കി അല്ല കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ വൽവാലിദാതു യുർളിഅന ഔലാദഹും ഹൗലൈനി കാമിലൈൻ.
വൽവാലിദാതു ഉമ്മമാർ യുർദിഅന അവർ മുലപ്പാല് കൊടുക്കണം ഔലാദഹുന്ന അവരുടെ മക്കൾക്ക് ഹൗലൈനി കാമിലൈൻ പൂർണ്ണമായ 2 വർഷം. കണ്ടോ? 2 ഇയർ പൂർണ്ണമായ 2 വർഷം ഉമ്മ മക്കൾക്ക് മുലപ്പാല് കൊടുക്കണം. പൂർണ്ണമായി പാല് കുടിച്ച ആൾക്കാരെ കണ്ടാ അറിയാം നല്ല ഉഷാറാണ് അവർക്ക്. കാരണം എന്താ? ഉമ്മാടെ പാല് പൂർണ്ണമായി കുടിച്ചതാ. നല്ല ധീരരായിരിക്കും പാല് കുടിച്ചവർ. പൂർണ്ണമായി 2 വർഷം പാല് കുടിച്ചവരൊന്ന് കൈപൊക്കെ. അൽഹംദുലില്ലാ, ഒരുപാട് പേരുണ്ട് അല്ലേ? ഞാൻ ഉൾപ്പെടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ട്രെയിനിനകത്തും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും കണ്ടില്ലേ മുല കുടിക്കുന്ന കുഞ്ഞിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് തന്നെ കരണീയം. ഓ, ഇപ്പൊ എഴുതി വെക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു എന്ത് പറഞ്ഞു? തള്ളമാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായ 2 വർഷം പാല് കൊടുക്കുകയും. ഇത് നിർബന്ധ കൽപ്പനയല്ല, ഇത് ഐച്ഛികമായ ഒരു കൽപ്പന മാത്രമാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയും. ഇമാം ഖുർത്തുബി പറഞ്ഞു 3 കാരണമാണ് ഉമ്മയ്ക്ക് പദവി കിട്ടാൻ കാരണം. ഒന്ന് ഹംല്, മറ്റൊന്ന് പ്രസവം, മറ്റൊന്ന് മുലകൂടി. സുഹൃത്തുക്കളെ, 2 വർഷം വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മ 2 വർഷം നവജാത ശിശുവിനെ മടിയിൽ കിടത്തുകയാണ്. നോക്കൂ, അല്ലാഹു തആല പ്രകൃതി പടച്ചവൻ കനിഞ്ഞനുഗ്രഹിച്ച ആ 2 സ്ഥലങ്ങൾ, ആ 2 സ്ഥലങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ഉമ്മയുടെ മാറിടത്തിൽ പാല് സ്റ്റോറേജ് അല്ല, അത് ശേഖരിക്കപ്പെടുന്നില്ല, അത് സൂക്ഷിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് കുഞ്ഞു കുടിക്കുന്ന സമയത്ത് ആ ശരീരം ഉൽപ്പാദിപ്പിക്കുകയാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? സുഹൃത്തെ, ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ആ നവജാത ശിശു അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണുകൾ ഉമ്മയുടെ മുഖത്താണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്താണ് ആ കുഞ്ഞിന്റെ കണ്ണ്. നോക്കൂ, മാതൃ ശിശു ബന്ധം അല്ലാഹു അരക്കിട്ടുറപ്പിക്കുകയാണ്. ഈ 2 വർഷം ഉമ്മയ്ക്ക് കഷ്ടപ്പാടിന്റെ കാലമാണ്. ഉമ്മ ഉറങ്ങുന്നില്ല. സഹർ, ഉമ്മ ഉറക്കമിളക്കുന്നു. രാത്രി ബാപ്പ ഏതാണല്ല ഉറക്കത്തിലാണ്. വല്ലപ്പോഴും കുഞ്ഞു കരയുമ്പോൾ ഒന്ന് ഉപ്പ ചാടി ആടിക്കും. ശല്യം, മനുഷ്യനെ ഉറക്കൂല അല്ലേ? ആ സമയത്ത് ഉമ്മ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഹബീബേ, ഉപ്പയുടെ സാന്നിധ്യം ഒന്ന് ആശുപത്രിയുടെ വരാന്തയിൽ. എപ്പോ ലേബർ റൂമിലേക്ക് ഭാര്യയെ കയറ്റുമ്പോ ഉപ്പ വരാന്തേക്കൂടെ ഒന്ന് നടക്ക്, വായത്ത് കുറിസിയൊക്കെ ഓതി അല്ലാഹുവേ പ്രസവം എളുപ്പമാക്കി തരണേ അല്ലേ? ഞാൻ ഉപ്പാടെ വില കുറച്ച് കാണിക്കുന്നതല്ല. ഉമ്മയ്ക്ക് എന്തുകൊണ്ട് ഇസ്ലാം ഉന്നതമായ പദവി കൊടുത്തു, പ്രിയപ്പെട്ട മാതാവിന്, പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് എന്തുകൊണ്ട് സ്ഥാനം കൊടുത്തു എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ, ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചതാണ്. സ്വാമി വിവേകാനന്ദന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, സ്വാമിജി, എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും മാതാവിന് സ്ഥാനം കൊടുക്കുന്നത്? അപ്പോ സ്വാമിജി പറഞ്ഞു പോലും, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു പോലും, നീ പോയി ഒരു വലിയ പാറക്കല്ലിങ് എടുത്തുകൊണ്ട് വാ. ആ യുവാവ് ഒരു പാറക്കല്ല് കൊണ്ടുവന്നു. സ്വാമി പറഞ്ഞു വയറ്റിൽ വെച്ച് കെട്ടാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ആ പാറക്കല്ല് വയറ്റിൽ വെച്ച് കെട്ടി. എന്നിട്ട് സ്വാമി പറഞ്ഞു ജോലി ചെയ്യാൻ. ആ ചെറുപ്പക്കാരൻ കുറച്ച് ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് കതച്ചു വന്നിട്ട് പറഞ്ഞു, വിഷമം. അപ്പൊ സ്വാമി പറഞ്ഞു, 9 മാസവും 9 ദിവസവും നിന്റെ ഉമ്മ 3.25 കിലോ തൂക്കമുള്ള നിന്നെ ഈ വയറ്റിൽ ചുമന്നുകൊണ്ടാണ് ജോലി ചെയ്തത്. ഏറ്റവും വലിയ വേദന സഹിച്ച് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചില്ലേ? നിന്റെ മാതാവിന്റെ സ്ഥാനം നിനക്ക് മനസ്സിലായോ? ആ യുവാവ് ഖിന്നനായി തിരിച്ചുപോയി, ഒന്നും മറുപടി പറഞ്ഞില്ല. സുഹൃത്തുക്കളെ, ആരാണ് മാതാവ്? ആരാണ് പിതാവ്? ഉടനെ അല്ലാഹു പറയുന്നു, രണ്ടാമത്തെ ജഡ്ജിമെന്റ്, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്യണമെന്നും. മാതാവിനും പിതാവിനും ഇഹ്സാൻ ചെയ്യണം, അല്ലാഹുവിന്റെ തീരുമാനം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു,
5 ഇഹ്സാൻ. 5 കാര്യം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുപോലെ ചെയ്തു കൊടുക്കണം. ഏതാണ് 5 കാര്യം? പഠിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. മാതാവും പിതാവും രണ്ടുപേരും നിന്റെ മുമ്പിൽ വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാള് വൃദ്ധനായിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും വയസ്സായി നിന്റെ അടുക്കലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യത്തിലാണെങ്കിൽ, അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. രണ്ടുപേരോടും നീ പറയരുത് ഉഫ്ഫിൻ, ഛേ എന്ന് പോലും പറയരുത്. മാതാവിനോടും പിതാവിനോടും ഛേ എന്ന് പോലും പറയരുത്. അറബികൾ വെറുപ്പുള്ള കാര്യം കാണുമ്പോൾ പറയുന്ന വാക്കാണ് ഉഫ്, ഉഫ്, ഛേ. ഈ പദം, വെറുപ്പിന്റെ ഈ ചെറിയ പദം പോലും നിന്റെ അപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോട് നീ പറയരുത്. ആധുനിക ലോകം വിദ്യാഭ്യാസത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പേരിൽ മാതാപിതാക്കളെ അവഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ ഇന്ന് ഹോം നേഴ്സ് അല്ലെ 4000-5000 രൂപ കൊടുത്താൽ ഹോം നേഴ്സ് വരും. നോക്കൂ, കരുണാലയം, വൃദ്ധാലയം, സ്നേഹാലയം. വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടുപോയി തള്ളാൻ ഇന്ന് കുറെ സ്ഥാപനങ്ങളും മക്കൾക്ക് നോക്കാൻ ഇന്ന് കഴിയുന്നില്ല. അത് മാത്രവുമല്ല, മാതാപിതാക്കളെ വിളിക്കുന്ന പേരോ പ്രാകൃതമായ ഭാഷയിൽ. ഈയിടെ ഒരാൾ ഉപ്പയെ വിളിക്കുകയാണ് തന്തപ്പടി. എങ്ങനെയുണ്ട്? എന്ത് പടിയാ? കട്ടിലപ്പടിയല്ല, തന്തപ്പടി. വാലിന് വേണ്ടി ഒരു സ്ഥലത്തെത്തി ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറുമ്പോ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്ത ഹാളിലേക്ക് കടക്കുമ്പോ ഒരു ഞരക്കം കേൾക്കും. ഞാൻ കൂടത്തിലുള്ള ആളോട് ചോദിച്ചു, എന്താണ് ആ ഞരക്കം? ഞരക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലാവൂല. ഭാഷയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നു, കോട്ടയവും കോഴിക്കോടും തമ്മിലല്ലേ. ഒരു ഞരക്കം. ഞാൻ ചോദിച്ചു, എന്താ ഞരക്കം? അപ്പൊ കൂടത്തിലുണ്ടായിരുന്ന ആള് പറഞ്ഞു, ആ റൂമിൽ ഒരു പുരാവസ്തു കിടപ്പുണ്ട്. ആരായി പുരാവസ്തു എന്നറിയോ? ആരാ? കിടപ്പിലായി പോയ തന്ത. ഉപ്പയ്ക്ക് പറയുന്ന പേരാണ് പുരാവസ്തു. പടച്ചവൻ കാക്കട്ടെ, അല്ലാഹു കിടത്താതെ വിളിക്കട്ടെ. ഒന്ന് ആമീൻ പറ മക്കളെ. കിടന്നു പോയാൽ, ഞാനും നിങ്ങളും കിടന്നു പോയാൽ അല്ലാഹു കാക്കട്ടെ, ഈ മക്കളുടെ സ്വഭാവം വന്നറിയും. പുരാവസ്തു എന്തൊക്കെയാ പറയുന്നത്? ഈയിടെ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ പിതാവിന് 85 വയസ്സ് കഴിഞ്ഞു, രാത്രി ഉറക്കുന്നില്ല, 4-5 വട്ടം മൂത്രമൊഴിക്കാൻ എഴുന്നേക്കും, വല്ലാത്ത കഷ്ടപ്പാടാണ്, എത്ര ദിവസമായി ഉറങ്ങിയിട്ട്. ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. മാതാവിനെയും പിതാവിനെയും പരിചരിക്കാൻ കിട്ടിയ നിമിഷം അനർഘമാണ്, ഉന്നതമാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, നിന്റെ നരകവുമാണ്. അവരെ അന്വേഷിച്ച് അവർക്ക് ഖിദ്മത്ത് ചെയ്ത് സർവീസ് ചെയ്ത് അവരെ നോക്കിയാൽ നിനക്ക് സ്വർഗമാണ്. അവരെ വെറുപ്പിച്ചാൽ, അവരെ പീഡിപ്പിച്ചാൽ നിനക്ക് നരകവുമാണ്. ഖാല റസൂലുള്ളാഹി, മുത്തായ നബി പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, സ്വർഗ്ഗം ഉമ്മമാരുടെ കാലിന്റെ കീഴിലാണ്. സ്വർഗം ഉമ്മയുടെ കാലിന്റെ കീഴില എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ കാല് പൊക്കി നോക്കിയ സ്വർഗം കാണുമെന്നല്ല. ഉമ്മയെ സന്തോഷിപ്പിക്കണം, ഉപ്പയെ സന്തോഷിപ്പിക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം, അവരോട് നന്നായി ഇഹ്സാൻ ചെയ്യണം, പെരുമാറണം, വർത്തിക്കണം. അതിലൂടെ അല്ലാഹു സ്വർഗം എളുപ്പമാക്കി തരും. അല്ലാഹു മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയാതെ നന്നായി ഇടപെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്. രണ്ടാമത്തേത് അല്ലാഹു പറഞ്ഞു, വലാ തൻഹർഹുമാ,
മാതാപിതാക്കളെ ആട്ടിപ്പുറത്താക്കരുത്, വെറുപ്പിക്കരുത്. മൂന്നാമത്തേത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാതാപിതാക്കളോട് മാന്യമായ വർത്തമാനം മാത്രമേ നീ പറയാവൂ. 3. നാലാമത്തേത് കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. കാരുണ്യത്തിന്റെ ജനാഹ്, റഹ്മത്തിന്റെ ജനാഹ് നീ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. എന്താ ഈ കാരുണ്യത്തിന്റെ ചിറകെന്ന് പറഞ്ഞാൽ? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നീ സമൂഹത്തിൽ എത്ര ഉന്നതനായാലും, നീ വലിയ സമ്പന്നനായി, നീ അധികാരത്തിന്റെ ഔന്നത്യങ്ങളിൽ എത്തിയാലും, നീ ചീഫ് ജസ്റ്റിസ് ആയാലും, നീ കലക്ടറായാലും, നീ പ്രൈം മിനിസ്റ്റർ ആയാലും, ഉമ്മയുടെ മുമ്പിലെത്തുമ്പോൾ നീ ഈഗോ കാണിക്കരുത്. നിനക്ക് അല്ലാഹു തന്ന സൗകര്യങ്ങളാകുന്ന റഹ്മത്തിനെ നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിരിച്ചു കൊടുക്കണം. മാതാപിതാക്കളുടെ മുമ്പിൽ നീ എത്ര വലുതായാലും നീ കുഞ്ഞു തന്നെ. എന്താ എന്റെ വാപ്പയ്ക്ക് എന്നെ കണ്ടെഴുന്നേറ്റുന്ന ഞാൻ ബാക്കവിയല്ലേ, ഞാൻ മൗലവി ഫാദിൽ ബാക്കവിയല്ലേ, എന്റെ ഉപ്പാക്ക് എന്നെ ഒന്ന് ബഹുമാനിച്ചുകൂടെ, ഞാൻ ഹാഫിദല്ലേ, ഞാൻ എന്താ സിവിൽ എഞ്ചിനീയർ അല്ലേ, എന്റെ ബാപ്പയ്ക്ക് എന്നെ കണ്ടാൽ ഒന്ന് സല്യൂട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ട് ആധുനിക ലോകത്ത്. ഇപ്പോ ചില ചെറുപ്പക്കാരുണ്ട്, ബാപ്പ വരുന്നത് കണ്ടാൽ അവിടെ തന്നെ ഇരിക്കും, കാലും വെച്ച് കസേരയെ തന്നെ ഇരിക്കും. ബാപ്പ വന്നാൽ ഒന്ന് പൊങ്ങൂല. പടച്ചവൻ കാക്കട്ടെ. സുഹൃത്തുക്കളെ, കാരണവന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറ. കാരണവന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതുപോലുള്ള മക്കളെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കാണാം. ഉപ്പ വരുന്നത് കണ്ടിട്ട്, പിതാവ് വരുന്നത് കണ്ടിട്ട് ആ സിറ്റ് ഔട്ടിൽ ആ കസേരയിൽ തന്നെ കാലും വെച്ച് അഹന്തയോടെ ഇരിക്കുന്ന മക്കളെ കാണാം. ചോദിച്ചാ പറയും, ബാപ്പാനെ ബഹുമാനിക്കാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ലാ തഖൂമു, നിങ്ങൾ എഴുന്നേക്കരുത്. ഉടനെ അവർ ഹദീസും പറയും, അനറബികൾ എഴുന്നേക്കും പോലെ നിങ്ങൾ എഴുന്നേക്കരുത് എന്ന ഹദീസും തട്ടിവിടും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് വേണ്ടി കാരുണ്യത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കണം. അഞ്ചാമത്തേത് അല്ലാഹു പറഞ്ഞു, നിന്റെ ദുആയിൽ, നിന്റെ പ്രാർത്ഥനയിൽ നീ ദിവസം ചുരുങ്ങിയത് 5 നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖുൽ, നീ പറയണം, റബ്ബിർഹംഹുമാ, രണ്ടുപേരെയും ഉപ്പയെയും ഉമ്മയെയും നീ അനുഗ്രഹിക്കണമേ. കമാ റബ്ബയാനി സഗീറാ, അവരിരുവരും എന്റെ കുട്ടിക്കാലത്ത് എന്നെ പോറ്റി വളർത്തി സംരക്ഷിച്ചതുപോലെ നീ അവർക്ക് കരുണ ചൊരിയണമേ. അഞ്ചാമത്തേത് ദുആയാണ്. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്ത ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഏതൊരു ദുആയും നിങ്ങൾ റബ്ബുൽ ആലമീനോട്, പടച്ചതമ്പുരാനോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന ഏത് ദുആയും അല്ലാഹു കബൂലാക്കണമെങ്കിൽ അതിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ദുആ ചെയ്യുന്നില്ലെങ്കിൽ ലാ യുഖ്ബലു, അത് സ്വീകരിക്കപ്പെടില്ല. അല്ലാഹു തആല അത്രമാത്രം ബന്ധമാണ് സുഹൃത്തുക്കളെ ഉമ്മയോടും ഉപ്പയോടും ഇസ്ലാം വെച്ചിരിക്കുന്നത്. ഇന്ന് നോക്കൂ, ചില മക്കൾ മാതാപിതാക്കളെ അനാദരിക്കുന്നു, മാതാവിനെയും പിതാവിനെയും വെറുക്കുന്നു, പടി അടച്ചു പുറത്താക്കുന്നു, അവരെ നോക്കാൻ ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്യുന്നു, ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്നു, ഡേ കെയറിൽ കൊണ്ടുപോയി തള്ളുന്നു. അല്ലാഹു കാക്കട്ടെ. ഇമാം അബൂ ഈസ തുർമുദി അബൂ ഹുറൈറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ സമുദായത്തിൽ 15 തിന്മകൾ, എന്റെ ഉമ്മത്തികളിൽ 15 അധർമ്മം വെളിവായാൽ അല്ലാഹു തആല അവരെ പരീക്ഷിക്കും. 5 പരീക്ഷണം എന്റെ ഉമ്മത്തികളിൽ ഉണ്ടാവും. അതിലൊന്ന് നബി തിരുമേനി പറഞ്ഞു, അതാ അർറജുലു ഇംറഅതഹു
വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖസാ അബാഹ്. 15 അധർമ്മങ്ങളിൽ 15 കുറ്റങ്ങളിൽ നബി തിരുമേനി പറഞ്ഞു, പുരുഷൻ അവന്റെ ഭാര്യയെ മാത്രം അനുസരിക്കുമ്പോൾ, ഒരു പുരുഷൻ ഭാര്യ പറയുന്നത് പോലെ ജീവിക്കുമ്പോൾ, ഉമ്മയെ വെറുക്കുമ്പോൾ, ഉമ്മയെ ദ്രോഹിക്കുമ്പോൾ, പിതാവിനെ ദൂരീകരിക്കുമ്പോൾ, തന്റെ കൂട്ടുകാരെ അവൻ ചേർത്ത് നിർത്തുമ്പോൾ. ഇന്ന് നോക്കൂ, ആധുനിക യുവതയുടെ സ്വഭാവമാണിത്. എനിക്കും നിങ്ങൾക്കും ഇന്ന് കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നാം അവരെ വീട്ടിൽ കൊണ്ടുവരുന്നു, അവർക്ക് വെച്ച് വിളമ്പുന്നു. പക്ഷേ നമ്മുടെ ഉപ്പയ്ക്കും നമ്മുടെ ഉമ്മയ്ക്കും സീറ്റില്ല. ചിലരുണ്ട് ഭാര്യയെ മാത്രം അനുസരിക്കുന്നവർ. ആധുനിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞത്, അല്ലേ? കുറെ കൂട്ടുകാർ. ഏത് കൂട്ടുകാർ? എന്ത് ബന്ധം ഹബീബെ? ഉമ്മയും ഉപ്പയും ഇല്ലാത്ത എന്ത് ബന്ധം? എനിക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുണ്ട്, നിങ്ങൾ കുറെ കാശ് സമ്പാദിക്കുമ്പോൾ, കുറെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ, കുറെ വിദ്യാഭ്യാസം വരുമ്പോ നിങ്ങൾ ഉപ്പയെ വെറുക്കരുത്. മാതാപിതാക്കളെ കാണാൻ പോകണം, അവരെ സംരക്ഷിക്കണം. അവരുടെ മുഖത്ത് നോക്കുന്നത് ഇസ്ലാം പറഞ്ഞു പുണ്യമാണ്, ഇബാദത്താണ്. അവരെ ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഒരു തമാശയൊക്കെ പറഞ്ഞു ഉമ്മാനെ ഒന്ന് ചിരിപ്പിക്കണം. അപ്പൊ ഉമ്മ മനസ്സ് തുറന്ന് ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ അബ്ദുറഹ്മാനെ നന്നാക്കണേ. അത് റാഹത്താക്കളി. ഉമ്മാനെ സന്തോഷിപ്പിക്കണം, ഉപ്പാനെ സന്തോഷിപ്പിക്കണം. എന്താ ഉപ്പാനെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ? വല്ലപ്പോഴൊക്കെ ഒരു 500 ഉപ്പാടെ കയ്യിലും കൊടുത്തേക്കണം. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇടക്കൊക്കെ വാപ്പാനെ ഒന്ന് സഹായിക്കണം. എന്താ കഴിയില്ലേ? ചെയ്യോ? അല്ലാഹു തആല പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചാൽ, സുഹൃത്തുക്കളെ ഇന്നലെയും മറ്റന്നാളും കണ്ടുമുട്ടിയ കുറെ കൂട്ടുകാരെ ക്ഷണിച്ചു വരുത്തി അവരുമായി നാം കുടുംബബന്ധം സ്ഥാപിച്ചാൽ, ബാപ്പയും ഉമ്മയും വെറുപ്പിലാണ്. അവര് നമ്മെ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ കാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് തെറ്റിനും പണിഷ്മെന്റ് ഉണ്ട്, ഏത് പാപത്തിനും അല്ലാഹു തആല ശിക്ഷ കൊടുക്കും. പക്ഷെ അത് ഖിയാമത്ത് നാളിലാണ്. മാതാപിതാക്കളെ ദ്രോഹിച്ചതിന് ദുനിയാവിൽ വെച്ച് കൊടുക്കും. ഷഫീഉനാ റസൂലുള്ളാഹി. ഹദീസിന്റെ ഇബാറത്ത് പറയണോ? കുല്ലു യുനൂബ് യുഅഖിറുല്ലാഹു മിൻഹാ മാ യശാഉ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ തെറ്റും അതിന്റെ പണിഷ്മെന്റ്, ശിക്ഷ അല്ലാഹു ഖിയാമത്ത് നാളിലേക്ക് പടച്ചവൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് എന്ത് തെറ്റ് ചെയ്താലും പടച്ചതമ്പുരാൻ നാളെ പരലോകത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഹിസാബിന് ശേഷം അല്ലാഹു തആല ശിക്ഷയ്ക്ക് ശിക്ഷ, അല്ലാഹു തആല പ്രതിഫലത്തിന് പ്രതിഫലം തരും. പക്ഷേ മാതാപിതാക്കളെ ദ്രോഹിച്ചത് ഒഴിച്ച്, മാതാപിതാക്കളെ വെറുപ്പിച്ചത് ഒഴിച്ച്, മരിക്കുന്നതിന് മുമ്പ് ഹയാത്തിൽ തന്നെ അല്ലാഹു മാതാപിതാക്കളെ ദ്രോഹിച്ചവന് ശിക്ഷ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് കച്ചവടം തുടങ്ങിയാലും വിജയിക്കൂല. എത്ര വലിയ ടവേര ഇന്നോവ വാങ്ങിച്ചാലും ശരി ബർക്കത്തുണ്ടാവില്ല. എന്താ കാരണം? നാട്ടിൽ മിടുക്കനാ, പക്ഷെ വീട്ടിലോ മാതാപിതാക്കളെ വെറുപ്പിച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് ഈ നസീഹത്ത് കേൾക്കുന്നവരെ, ബാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. ചോദിക്കോ? മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം സമ്പാദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെയാണ് റബ്ബിന്റെ പൊരുത്തം. റബ്ബിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഖാല റസൂലുള്ളാഹി.
അള്ളാഹുടെ പൊരുത്തം മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തത്തിലാണ്. പടച്ചവന്റെ വെറുപ്പ് മാതാവിന്റെയും പിതാവിന്റെയും വെറുപ്പിലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളീം, കഷ്ടകാലം വന്നെങ്കിൽ മാതാവും പിതാവും സംതൃപ്തരല്ല, അള്ളാഹും സംതൃപ്തനല്ല എന്ന് മനസ്സിലായിക്കോളി. ചില ആളുകളുണ്ട് ഗൾഫിൽ പോയിട്ടൊന്നും രക്ഷപ്പെടൂല. എന്താ കാരണം? മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൂടെ ഉപ്പയോടും ഉമ്മയോടും? എന്താ സുഹൃത്തുക്കളെ, ഒന്ന് പറ. അവരെ സ്നേഹിച്ചൂടെ? ശരി, ഉപ്പയില്ല, മരിച്ചുപോയി, എന്ത് ചെയ്യണം? ഉമ്മയില്ല, മരിച്ചുപോയി, എന്ത് ചെയ്യണം? അവരുള്ളപ്പോ അവരുടെ വില നമുക്കറിയില്ല, അവരുടെ ആ മൂല്യം നമുക്കറിയില്ല. അവര് മരിച്ചുപോയി, മരിച്ചു കഴിഞ്ഞാണ് ഓരോരുത്തരും ആ സാന്നിധ്യത്തിലാണ് ദുഃഖിക്കുന്നത്. എന്ത് ചെയ്യണം? മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി മുസ്ഹഫ് വഖഫ് ചെയ്യാം. മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി കുഴൽ കിണർ കുത്തിക്കൊടുക്കാം. ഇതൊക്കെ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എപ്പോഴും അവരുടെ പാപമോചനത്തിന് വേണ്ടി മക്കളായ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാം സ്ഥാനം ഇസ്ലാം പറഞ്ഞു ഉമ്മയ്ക്കാണ്, രണ്ടാം സ്ഥാനം ഉപ്പയ്ക്കാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഒരു ബന്ധങ്ങളുടെ ഒരു ചാർട്ട് തന്നെ പ്രവാചകൻ അവതരിപ്പിച്ചു തന്നു. മൂന്നാം സ്ഥാനം സഹോദരിക്കാണ്, നാലാം സ്ഥാനം സഹോദരനാണ്. സഹോദരനും സഹോദരിയും ഒക്കെ അടുത്ത ബന്ധുക്കളിൽ പെടും. ഖുർആൻ പറഞ്ഞു, അടുത്ത ബന്ധുക്കൾക്ക് നീ കൊടുക്കണം, അകന്ന ബന്ധുക്കൾക്കും നീ കൊടുക്കണം. നീ സമൂഹത്തിലെ ദരിദ്രരെയും സഹായിക്കണം, നീ അനാഥകളെയും സഹായിക്കണം, നീ രോഗികളെ ശുശ്രൂഷിക്കണം. ഒരു നീണ്ട ചാർട്ട് സാമൂഹിക ബന്ധങ്ങളിൽ പ്രവാചകൻ അരക്കിട്ടുറപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒറ്റക്കങ്ങ് ജീവിച്ചാ പോരാ. ഞാനും നിങ്ങൾ ഒരു സാമൂഹിക ജീവിയാ. സുഹൃത്തുക്കളെ, നമുക്ക് പലരോടും കടമയുണ്ട്. അതിന്റെ തോതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ ബന്ധം ഉമ്മയോടാണ്. അത് അല്ലാഹു തആല കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തത് ഉപ്പയോടും. 5 കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരുപോലെയാണ്. ഉമ്മയ്ക്ക് 3 ദർജ കിട്ടാൻ കാരണം ഹംലും വലഉം റലാഉമാണ്. അത് നാം പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ഉമ്മയുടെ സ്ഥാനത്ത് അടുത്ത ബന്ധുക്കളിൽ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ് നബിയുടെ തിരുസദസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബ്തു ലംബൻ അലീമാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, ഞാൻ വലിയ ഒരു പാപം ചെയ്തു പോയി. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? എനിക്ക് തൗബയുണ്ടോ? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഹല്ലക മിൻ നിനക്ക് ഉമ്മയുണ്ടോ? ആ സഹാബി പറഞ്ഞു, എനിക്ക് ഉമ്മയില്ല. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഫഹല്ലക മിൻ ഖാല, നിനക്ക് മാതൃ സഹോദരിയുണ്ടോ? മാതൃ സഹോദരിയുണ്ടോ എന്ന് ചോദിച്ചു. മാതൃ സഹോദരി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ? എളാമ്മ, കൊച്ചുമ്മ, മൂത്തുമ്മ എന്നൊക്കെ പറയോ? അത് കേട്ടാ മതി. ഞങ്ങളുടെ നാട്ടിലെ ചിന്നമ്മ എന്ന് പറയും, പെരിയമ്മ എന്നും പറയും. മനസ്സിലായില്ല? അതാരാ? ഹനഫികൾ. ചിന്നമ്മ പെരിയമ്മ എന്ന് പറയും. ഷാഫികൾ എന്ത് പറയും? ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് വന്നാൽ നിങ്ങൾക്ക് 2 മദ്ഹബും കാണാം. ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും. ചെറിയ വ്യത്യാസവും. എല്ലാം സുന്നത്തി മാറ്റിപ്പെട്ടത് തന്നെയാണ് കേട്ടോ, അവരൊന്നും പുറത്തൊന്നുമല്ല. ചിന്നമ്മ പെരിയമ്മ എന്ന് അവർ പറയുമ്പോൾ നമ്മൾ മൂത്തുമ്മ കൊച്ചുമ്മ എന്ന് പറയും. മനസ്സിലായില്ലേ? നബിതങ്ങൾ ചോദിച്ചു, നീ വലിയൊരു തെറ്റ് ചെയ്തല്ലേ, നിന്റെ തെറ്റിന് പരിഹാരം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, നിനക്ക് മാതൃ സഹോദരി ഉണ്ടോ? അപ്പൊ സഹാബി പറഞ്ഞു, നാം, എനിക്ക് മാതൃ സഹോദരിയുണ്ട്, കൊച്ചുമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തുമ്മയുണ്ട്. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പാപം പൊറുപ്പിക്കപ്പെടുന്നത്, നിന്റെ തെറ്റിന് പരിഹാരം ഫബിർറഹാ, നീ ചെന്ന് നിന്റെ മാതൃ സഹോദരിക്ക് ഗുണം ചെയ്യണം. നിന്റെ ഉമ്മയുടെ സഹോദരിക്ക്, കൊച്ചുമ്മ, മുത്തുമ്മ. സുഹൃത്തുക്കളെ, ചില ആളുകൾ വിചാരിച്ചത് കൊച്ചുമ്മാക്കും മുത്തുമ്മാക്കും ഒരു സീറ്റും ഇല്ലെന്നാ. സീറ്റുണ്ട്. ഉമ്മയുടെ തൊട്ടുടനെ റസൂലുള്ളാഹി ഇത് പറഞ്ഞത്. അടുത്ത ബന്ധുക്കളിൽ സ്ഥാനം ആർക്കുണ്ട്? മുത്തുമ്മയ്ക്കും കൊച്ചുമ്മയ്ക്കും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വല്ലപ്പോഴൊക്കെ അവരെ ചെന്ന് കാണണം, വിസിറ്റ് ചെയ്യണം.
എന്നിട്ട് ചുമ്മാ ചിരിച്ചിട്ട് ഇങ്ങനെ വന്നാ പോരാ, ഒരു 10-200 രൂപ കൊച്ചുമ്മാടെ മൂത്തമ്മാടെ കയ്യിൽ വെച്ച് കൊടുക്കണം. ഗൾഫുകാരാണെങ്കിൽ വരുമ്പോ പെട്ടി തുറക്കുമ്പോ കൊച്ചുമാക്ക് നല്ലൊരു നേരിയതും നല്ലൊരു കുപ്പായത്തുണിയും കൊടുക്കണം, നല്ലൊരു മുസല്ലായി. അപ്പൊ കൊച്ചുമ്മ ഒരു ചിരി ചിരിക്കും, അൽഹംദുലില്ലാഹ് എന്റെ മോനെ അല്ലാഹ് ഖൈറാക്കട്ടെ. അല്ലേ? മലബാറുകാരോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കോഴിക്കോടുകാരോട് അല്ലേ? സുഹൃത്തുക്കളെ, ഉമ്മയുടെ സ്ഥാനത്താണ് കൊച്ചുമ്മ, മൂത്തുമ്മ. അതുപോലെ ഉപ്പയുടെ സ്ഥാനത്താണ് അടുത്ത ബന്ധുക്കളിൽ വരുന്നു നമ്മുടെ പിതൃ സഹോദരൻ അമ്മ എന്ന് ഖുർആൻ പറഞ്ഞ മൂത്താപ്പായും കൊച്ചാപ്പായും. മനസ്സിലായി? മൂത്താപ്പായും കൊച്ചാപ്പായും ബന്ധം ചേർക്കേണ്ടവരാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുനസ്സ ലഹു ഫീ അസ്രി ഫൽയസിൽ റഹിമഹു ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ഭക്ഷണത്തിൽ വിശാലത ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആയുസ് നീളമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. ഖാല റസൂലുള്ളാഹി. രണ്ട് കാര്യം നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, സമ്പത്ത് വിശാലമാകാൻ, ഫുഡിൽ ബർക്കത്ത്. ആർക്കാണത് വേണ്ടാത്തത്? അല്ലെ? ചില ആളുകൾ പറയാം, എടാ നിനക്ക് ഭാഗ്യമുണ്ട്, നീ എവിടെ ചെന്നാലും ചാപ്പാട് നിനക്ക് കിട്ടും. അത് മുഖദ്ദറാണ് സുഹൃത്തുക്കളെ. മറ്റൊന്ന്, ആയുസ് നീളാൻ ആഗ്രഹമില്ലാത്തവർ ആരാ ഉള്ളത്? ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ? അല്ലാഹു തആല രണ്ട് ആഗ്രഹം നമുക്ക് തരട്ടെ. ആത്മാർത്ഥമാണ് ഈ ആഗ്രഹമെങ്കിൽ നബി തിരുമേനി പറഞ്ഞു, ഒരു പുണ്യം ചെയ്തോ. എന്താ പുണ്യം? ഫൽയസിൽ റഹിമഹു, നീ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. കുടുംബം. നബി തിരുമേനി പറഞ്ഞു, അർറഹിമു, കുടുംബം മുതഅല്ലിഖത്തുൻ ബിൽ അർശ്, അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടിരിക്കുക. തഖൂൽ, കുടുംബം പറയും, മൻ വസലനി വസലഹുല്ലാഹ്, ആര് എന്നെ ചേർക്കുന്നോ അല്ലാഹു അവനെ ചേർക്കട്ടെ. വമൻ ഖതഅനി, കുടുംബം പറയും, ആരെന്നെ മുറിച്ചോ അല്ലാഹു അവനെ മുറിക്കട്ടെ. സഹീഹായ ഹദീസാണ് സുഹൃത്തുക്കളെ. കുടുംബ ബന്ധം വിളക്കി ചേർക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തയ്യാറല്ലേ? തയ്യാറല്ലേ? രണ്ട് ഗുണം നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, നിങ്ങളുടെ ഫുഡ് അല്ലാഹു വിശാലമാക്കി തരും. ഭക്ഷണം, റിസ്ക്. കുടുംബ ബന്ധം ചേർക്കണം. പെരുന്നാൾ ദിവസം അതുപോലെ രോഗം അന്വേഷിക്കുക. നമ്മുടെ മുത്താപ്പ, കൊച്ചാപ്പ, മുത്തുമ്മ, അതുപോലെ തന്നെ കൊച്ചുമ്മ, അവരുടെ മക്കൾ, ഇതൊക്കെ അടുത്ത ബന്ധുക്കളാണ്. കുടുംബബന്ധം ചേർക്കണം സുഹൃത്തുക്കളെ. കുടുംബബന്ധം ചേർത്താൽ ആയുസ് നീളും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ ചിലർക്ക് സംശയം, മുസ്ലിയാരെ, സൂറത്തുൽ ആറാഫിലെ 34-ാമത്തെ ആയത്തുണ്ടല്ലോ, അവധി എത്തിയാൽ അല്ലാഹു തആല മുമ്പോട്ടോ പിമ്പോട്ടോ അല്ലാഹു തആല അവനെ നീട്ടിക്കൊടുക്കുകയാണ്. ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഒരു സഅത്ത് മുന്തിക്കുകയോ ബന്ധിക്കുകയോ ചെയ്യില്ലല്ലോ. മുസ്ലിയാരെ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ ഒരൊറ്റ അവധിയേ ഉള്ളൂ. അപ്പോ എന്താ ഇതിനെ വ്യാഖ്യാനിക്കുക? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹീഹായ ഒരു ചരിത്രം ഞാൻ പറയാം. ഒരിക്കൽ ഈസാ റൂഹുല്ലാഹ് അലൈഹിസ്സലാം തന്റെ അനുയായികളോടൊപ്പം അപ്പോസ്തലന്മാരോടൊപ്പം കടപ്പുറത്തുകൂടി പോവുകയാണ്. 10-12 ഹവാരിയുകൾ കൂട്ടത്തിലുണ്ട്. അപ്പോസ്തലന്മാർ എന്ന് പറയും. ഈസാ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാർക്കാണ് അപ്പോസ്തലന്മാർ, ഹവാരിയുകൾ എന്ന് പറയും. അവരോടൊപ്പം നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഈസാ നബിയുടെ മുൻഭാഗത്തുകൂടി അഭിമുഖമായി ഒരാൾ വരികയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ ഒരു പാണ്ഡമുണ്ട്, നിറച്ച് തുണിയാണ്. നിറച്ച് തുണി വെച്ച ഒരു പാണ്ഡക്കെട്ടുമായി ഒരാൾ വരുന്നു. ഈസാ നബി കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ആ മനുഷ്യൻ ഇന്ന് നട്ടുച്ചയ്ക്ക് മരണപ്പെടും. ഇന്ന് നട്ടുച്ചയ്ക്ക് അദ്ദേഹം മരണപ്പെടുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഉച്ച കഴിഞ്ഞു, നേരം സായം സന്ധ്യയായി, വൈകുന്നേരമായി. ഈസാ നബി അനുയായികൾ മടങ്ങി വരുമ്പോ
ഈ ചെറുപ്പക്കാരൻ അതാ ചിരിച്ചുകൊണ്ട് വരുന്നു. ഈസാ നബിയോട് അനുയായികൾ ചോദിച്ചു, അല്ല ഉച്ചയ്ക്ക് മരണപ്പെടുമെന്നല്ലേ പറഞ്ഞത്, നേരം സന്ധ്യയായല്ലോ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇതിന്റെ രഹസ്യം നീ അറിയിച്ചു തരണമേ. നട്ടുച്ചയ്ക്ക് മരണപ്പെടേണ്ടിയിരുന്ന മനുഷ്യൻ ഇതുവരെ മരിച്ചിട്ടില്ല, നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു, എന്താണ് രഹസ്യം? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഈസാ റൂഹുള്ളയോട് പറയുകയാണ്, പാവപ്പെട്ട അഗതി വന്ന് യാചിച്ചപ്പോൾ തന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ആ സാധുവിന് പങ്കുവെച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടു. അതാ പടച്ചവൻ ഇടപെടുന്നു. പാമ്പിന്റെ ദംശനമേറ്റ് മരിക്കേണ്ടിയിരുന്ന മനുഷ്യനെ ആ പാമ്പിന്റെ ചുണ്ടുകൾ അള്ളാഹു ഒട്ടിച്ചു വിട്ടു. ഫെവിക്കോളാണോ ഫെവിക്കുക്കാണോ എനിക്ക് എന്താന്നറിയില്ല, ചുണ്ടങ്ങ് കൂടിപ്പോയി. പിന്നെ പാമ്പിന് വാ തുറക്കാൻ പറ്റുമോ? പാമ്പിന്റെ വാ അങ്ങ് ഒട്ടിപ്പോയി. പിന്നെ പാമ്പ് കടിക്കുവോ? എന്താ കാരണം? 2 പത്തിരി, 2 ഗോതമ്പിന്റെ പത്തിരി, 2 റഗീഫ് തന്റെ മുമ്പിൽ വന്ന അഗതിക്ക് വേണ്ടി പങ്കുവച്ചു, ഷെയർ ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, നീ ഇപ്പൊ തൽക്കാലം പാമ്പ് കടിച്ച് മരിക്കണ്ട. അല്ലാഹു അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തു. ജിബ്രീൽ ഈസാ റൂഹുള്ളയോട് സംഭവം പറഞ്ഞു. ഈസാ നബി തന്റെ ശിഷ്യന്മാരോട് സംഭവം പറയുകയുണ്ടായി. ഹബീബെ, കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് നീളം വെക്കുവോ കുറയുവോ? ആയുസ് നീളം വെക്കുവോ കുറയുവോ? എന്നാ ചേർത്തോളി. ഹബീബെ, ഖദർ 2 രൂപത്തിലാണ്. ഒന്ന് മുഅല്ലഖ്, ഒന്ന് മുബറം. അല്ലാഹുവിന്റെ ഖദർ 2 രൂപത്തിലാണ്. ഒന്ന് മുഅല്ലഖ്. എന്താണ് മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ? സുഹൃത്തുക്കളെ, അബൂ ഷമ്മാസിന് അല്ലെങ്കിൽ മുഹമ്മദ് അലി മുസ്ലിയാർക്ക് 70 ആണ് ആയുസ്. അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുകയാണ്. മുഅല്ലഖ് എന്താന്ന് ഞാൻ പറയുകയാണ്. 70ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കണം, അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ അള്ളാഹു തആല എഴുതിയിരിക്കുന്നു, യതീമിന് ആഹാരം കൊടുത്താൽ, മിസ്കീനിനെ സഹായിച്ചാൽ 75, ഇല്ലെങ്കിൽ 70. ഇവിടെ 75 വരെ നീ ജീവിക്കുമോ എന്നുള്ളത് മുബറമാണ്. അള്ളാഹുവിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. അള്ളാഹുവിന് അസലിയായിട്ട് നേരത്തെ അറിയുകയും ചെയ്യാം ഇദ്ദേഹം കുടുംബബന്ധം ചേർക്കുവോ ഭക്ഷണം കൊടുക്കുവോ ഇല്ലേ എന്ന്. അള്ളാഹു തആല മലക്കുകളോട് പറയും, ആ മനുഷ്യൻ കുടുംബബന്ധം ചേർത്തിരിക്കുന്നു, ആ മനുഷ്യന് ഞാൻ ആയുസ് നീട്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ, യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു വഇൻദഹു ഖുർആൻ. യംഹുല്ലാഹു, അല്ലാഹു മായ്ക്കുന്നു, വയുസ്ബിതു, അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു, വഇൻദഹു ഉമ്മുൽ കിതാബ്, അവന്റെ അടുക്കലാണ് കിതാബുകളുടെ മാതാവ് ഉമ്മുൽ കിതാബ്. മനസ്സിലായില്ലേ? ഏതാ ഉമ്മുൽ കിതാബ്? ലൗഹുൽ മഹ്ഫൂസ്. സുഹൃത്തുക്കളെ, ഖദർ ഒരു വലിയ സബ്ജക്റ്റാണ്. ഖദർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹദീസ് കൊണ്ട് അത്ഭുതപ്പെട്ടു. ഞാനൊരു ഉദാഹരണം പറയാമല്ലോ. 3-ാം വർഷമായി ഞാൻ ഈ സൗത്ത് വേളൂരിലേക്ക് ക്ഷണിക്കപ്പെടും. 2 വർഷം ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഈ വർഷം ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാൻ ക്ഷണിക്കപ്പെടുമ്പോ തന്നെ കുട്ടികളുടെ എക്സാം കഴിഞ്ഞു, 1 മാസത്തെ വെക്കേഷൻ. ഞാൻ തീരുമാനിച്ചു, കോഴിക്കോട് വരുന്ന കൂട്ടത്തിൽ എന്റെ ഭാര്യ വീട്ടിലേക്ക്, കണ്ണൂരിലേക്ക് ഒന്നിച്ചങ്ങ് പോകാം. 2 പ്രാവശ്യം ഒറ്റയ്ക്കാ വന്നതെങ്കിൽ ഈ വർഷം വിത്ത് ഫാമിലി കുടുംബസഹിതമാ വന്നിരിക്കുന്നത്. മൂത്തമോൻ ഷമ്മാസ് കൂട്ടത്തിലുണ്ട്, സൽമാനും കൂട്ടത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാമിന് വരലാണ് എന്റെ യാത്രയുടെ സബബ്. നോക്കൂ, അല്ലാഹു തആല ഒരു പ്രോഗ്രാമിന് വരിക എന്ന കാര്യം അല്ലാഹു ഖദർ ചെയ്തു. അതിനോടനുബന്ധിച്ച് എത്ര കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചു നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഒരു പക്ഷെ തിരുവനന്തപുരത്തിന് വരുന്നു. കോട്ടയത്തെത്തിയപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലൊരു പൂതി, ആഗ്രഹം. എന്താ? മുഹമ്മദ് അലി ഉസ്താദിന്റെ വീട് ഇവിടെ അടുത്തല്ലേ, ഈരാറ്റുപേട്ട, ഒരു 36 കിലോമീറ്ററേ ഉള്ളൂ. ശരി, ആ ഇന്നോവ ഈരാറ്റുപേട്ടക്ക് വിട്.
നിങ്ങൾ നേരത്തെ തീരുമാനിച്ചൊന്നുമല്ല. ആ വഴിക്ക് MC റോഡ് വഴി അങ്ങ് പോയപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ വീട്ടിൽ വന്നാൽ ഞാൻ ചായയും നല്ല പലഹാരവും നിങ്ങൾക്ക് തരും. നേരെ പോയേക്കരുന്ന് മാത്രം. ഖദർ ഒരു വലിയ സബ്ജക്റ്റ് ആണ് സുഹൃത്തുക്കളെ. നമ്മളൊക്കെ ഖദർ എന്ന് പറയല്ലേ? എന്താ ഖദർ? അള്ളാഹുവിന്റെ തീരുമാനം. എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ മുസ്ലിമിൽ ഒരു ഹദീസ് കണ്ടു, സഹീഹ് മുസ്ലിമിൽ. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, എന്ത് ഇൽമു കിട്ടിയാലും അത് പറഞ്ഞു കൊടുക്കണമെന്നൊരു ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നല്ലാഹ ഖദ്ദറ മഖാദീറൽ ഖലായിഖി. അല്ലാഹു സൃഷ്ടികളുടെ ഖദർ അവൻ രേഖപ്പെടുത്തി, അവൻ ഖദറാക്കി. ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ് ബിഖംസീന അൽഫ സന, 50,000 കൊല്ലം മുമ്പ്. വകാന അർശുഹു അലൽ മാ, അവന്റെ അർശ് സിംഹാസനം വെള്ളത്തിന്റെ മുകളിലായിരുന്നു. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 കൊല്ലം മുമ്പ് അള്ളാഹു സൃഷ്ടികളുടെ ഖദർ എഴുതി വെച്ചു. അപ്പോ ആകാശം ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അർശ് എവിടെയായിരുന്നു? വകാന അർശുഹു അലൽ മാ, വെള്ളത്തിന്റെ മുകളിലായിരുന്നു. അതേത് വെള്ളവാ? പ്രപഞ്ചമില്ലാത്ത അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. 50,000 കൊല്ലം മുമ്പ് അള്ളാഹു എഴുതി വെച്ചു, മുഹമ്മദ് അലി മുസ്ലിയാർ 3-ാം കൊല്ലവും സൗത്ത് വേളൂരിൽ വരണം എന്ന്. നിങ്ങൾ സൗദിയിൽ പോകുമോ, ഖത്തറിൽ പോകുമോ, 30 കൊല്ലം അവിടെ താമസിക്കുമോ, അള്ളാഹു എഴുതി വെച്ചിരിക്കുകയാണ്. കുറച്ചവും കാക്കട്ടെ. സുഹൃത്തുക്കളെ, ചില പള്ളിയിൽ ഈ അടുത്ത കാലത്ത് അതിന് പോയപ്പോ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടു. ഒരു പള്ളിയിൽ മനോഹരമായ ഒരു പെട്ടിയിരിക്കുന്നു. ഞാൻ അവിടുത്തെ ഇമാമിനോട് ചോദിച്ചു, ഇതെന്ത് ബോക്സാണ്? അദ്ദേഹം പറഞ്ഞു, 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വെച്ച് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടോ, മരിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡെഡ് ബോഡി കൊണ്ടുവന്ന പെട്ടിയാണിത്. അതാണ് ഖബർ. അള്ളാഹുവിന്റെ ഖദറാണിത്. അള്ളാഹു പടച്ചവൻ കാക്കട്ടെ. വഴിയിൽ തങ്ങുന്ന അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആക്സിഡന്റിൽ നിന്ന്, ആകസ്മിക മരണത്തിൽ നിന്ന്, കീറി മുറിക്കപ്പെടുന്ന ശസ്ത്രക്രിയയിൽ നിന്ന്, തല്ലിപ്പൊട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ മനോരമ കണ്ടോ? മറ്റു പത്രം ഞാൻ കണ്ടില്ല. ട്രെയിനിൽ വെച്ച് മനോരമ കണ്ടതുകൊണ്ടാണ് മനോരമ ഉണ്ടോന്ന് ചോദിച്ചോട്ടോ. എനിക്ക് മനോരമയുടെ പ്രത്യേക കൂറൊന്നുമില്ല. മനോരമ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്, ഉസ്താദും കോട്ടയം, അതുകൊണ്ട് മനോരമയോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല. മനോരമ ഞാനിന്ന് ട്രെയിനിൽ കണ്ടു. അതിന്റെ ഫ്രണ്ട് പേജില് ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഒരു ടിപ്പർ ലോറിയുടെ ടയറിന്റെ അടിയിൽ ഒരു 12 വയസ്സുകാരൻ നെഞ്ചറ്റുകൂടി വീല് കയറി ഇറങ്ങി കിടക്കുന്നു. തൊട്ടടുത്തിരുന്ന മാതാവ് വിലപിക്കുകയാണ്. 12 വയസ്സുകാരന്റെ നെഞ്ചത്ത് കൂടി ഒരു ടിപ്പർ ലോറി അടിച്ചു തെറിപ്പിച്ച് 20 മീറ്റർ വലിച്ചോണ്ട് പോയി. ആ കുട്ടിയുടെ നെഞ്ചത്ത് കൂടി ടയർ കയറി ഇറങ്ങി. അമ്മയുടെ വിലാപമാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു മാസത്തിനുള്ളിൽ ഇറങ്ങിയ പത്രങ്ങൾ നോക്കൂ നിങ്ങൾ. എത്ര കുട്ടികളാണ് കുളത്തിലും കിണറിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കല്ല് വെട്ടിയ കുഴികളിലും കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് കുട്ടികളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. വീട്ടിൽ കിണറുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും വക്ക് കെട്ടിയിരിക്കണം. ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് പുഴയിലേക്ക് വിടരുത്. ഇതുപോലുള്ള അപകടങ്ങൾ തടുക്കപ്പെടുന്നത് സുഹൃത്തുക്കളെ, ഒരു പാവപ്പെട്ട മിസ്കീനിന്, ഒരു യതീമിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അല്ലാഹു തആല വലിയ ആഫത്ത് തടുക്കും. സുഹൃത്തുക്കളെ, ലാ യർദുൽ ഖദ്റ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, ലാ യർദുൽ ഖദ്റ, അല്ലാഹുവിന്റെ ഖദറിനെ തടുക്കുകയില്ല, ഇല്ല ദുആ, ദുആയ്ക്ക് മാത്രം സാധിക്കും. വലാ യസീദു ഫിൽ ഉംർ, മനുഷ്യന്റെ ആയുസ്സിൽ വർധനവ് നൽകുന്നത് ഇല്ലൽ ബിർ, പുണ്യങ്ങളാണ്, സൽക്കർമ്മങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
അല്ലാഹു തആല കുടുംബ ബന്ധം ചേർക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഖലാ മുഅല്ലഖാണ്, ഖലാ മുബ്റമാണ് എന്ന് പറഞ്ഞു വെച്ചു. സുഹൃത്തുക്കളെ, അല്ലാഹു തആല അവൻ എഴുതിയത് മായ്ക്കുകയും ചെയ്യും, അല്ലാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അവന്റെ കയ്യിലാണ് ഉമ്മുൽ കിതാബ്. അല്ലാഹു തആല പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്താ കുടുംബ ബന്ധം ചേർത്തുകൂടെ? അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ. ഇസ്ലാം ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഖുർആനിൽ കാണാം, സൂറത്തുൽ ഇസ്രാ, വആതി ദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. ഉമ്മയിൽ നിന്നാണ് നാം തുടങ്ങിയത്. അല്ലാഹു പറഞ്ഞു, വആതി, നീ കൊടുക്കണം, നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കണം, നീ കൊടുക്കണം. ദൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, ഹഖ്ഖഹു, അവരുടെ അവകാശം, അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം നീ കൊടുക്കണം. വൽ മിസ്കീൻ, അഗതികൾക്കും നീ കൊടുക്കണം. വബ്നസ് സബീൽ, വഴിയാത്രക്കാർക്കും നീ കൊടുക്കണം. മുസാഫിർ, ദരിദ്രരായ വഴിയാത്രക്കാർ. വലാ തുബദ്ദിർ തബ്ദീറാ, നീ സമ്പത്ത് ദൂർത്തടിക്കരുത്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, സമ്പത്ത് ദൂർത്തടിക്കരുത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അല്പം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പോയിന്റ് പറയാം. ഈ അടുത്ത കാലത്ത് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് സോഷ്യലിസം ഇനി മാറ്റിവെക്കാം, കാരണം വികസനത്തിന് അത് തടസ്സമാണ് എന്ന് പറഞ്ഞു. എന്താണ് സോഷ്യലിസം? എന്താണ് കമ്മ്യൂണിസം? എന്താണ് ക്യാപിറ്റലിസം? കമ്മ്യൂണിസ്റ്റ് ആദർശം, സിദ്ധാന്തം പറയുന്നത് സമ്പത്ത് അത് രാഷ്ട്രത്തിൻ്റെതാണ്. ഒരു വ്യക്തി എത്ര സമ്പാദിച്ചാലും അത് രാഷ്ട്രത്തിനുള്ളത്. എന്നാൽ ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറഞ്ഞു, ഒരു വ്യക്തിക്ക് യഥേഷ്ടം സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യവും അവന്റേത് തന്നെയാണ്. ഇതാണ് മുതലാളിത്തം, ക്യാപിറ്റലിസം. ഇസ്ലാം എന്ത് പറയുന്നു? പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, സമ്പത്ത് ദൈവികമാണ്, അത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അമാനത്തായിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അവകാശികൾക്ക് മനുഷ്യൻ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയത്. മസ്റ്റാണ് സക്കാത്ത്, ഇയർലി. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? സക്കാത്ത് കൊടുത്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം വിഭാടനം ചെയ്യപ്പെടും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് കേട്ട മുദ്രാവാക്യം എന്താ? മതമല്ല പ്രശ്നം, നേരെ മറിച്ച് വിശപ്പാണ്, വിശക്കുന്ന വയറിനാണ് പ്രശ്നം. വിശക്കുന്ന വയറ്, അതിന് പരിഹാരം നിർദ്ദേശിച്ച മതം ഇസ്ലാമാണ്. സക്കാത്ത് മസ്റ്റാണ്, ഇയർലി കണക്ക് നോക്കി കൊടുക്കണം. സുഹൃത്തുക്കളെ, കച്ചവട ചരക്കുകൾക്ക്, അതുപോലെ തന്നെയുള്ള സ്വർണം, വെള്ളി, ഇതുപോലുള്ള വസ്തുക്കൾക്കെല്ലാം ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് ഇസ്ലാം പറഞ്ഞു, സ്വദഖ, രാവും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാവുന്ന ഇബാദത്താണ് ദാനധർമ്മം. ഈ ദാനധർമ്മത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം വിഭാടനം ചെയ്യലാണ്. അല്ലാഹു തആല പടച്ചവൻ അടുത്ത ബന്ധുക്കൾക്കും അകന്ന ബന്ധുക്കൾക്കും കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. വഫീ അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തിലുണ്ട്, ഹഖ്ഖുൻ മഅലൂം, നിർണിതമായ അവകാശമുണ്ട്, ലിസ്സായിലി വൽ മഹ്റൂം, യാചിച്ചു വരുന്നവർക്കും നിങ്ങൾ കൊടുക്കണം. വൽ മഹ്റൂം, യാചിക്കാതെ വീടിനകത്ത് അന്തസ്സ് നടിച്ചിരിക്കുന്നവർക്കും നിങ്ങൾ കൊടുക്കണം. ഖുർആൻ കൈ നീട്ടി വരുന്നവർക്കും കൊടുക്കണം, കൈ നീട്ടാതെ അന്തസ്സ്, അഭിമാനം ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്നവർക്കും കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ചിന്തനീയമാണ്. ലിസ്സാഇലി ഹഖ്ഖുൻ വലൗ ജാഅ അലാ ഫർസിൻ. ലിസ്സാഇലി ഹഖ്ഖുൻ, യാചകന് അവകാശമുണ്ട്, വലൗ ജാഅ അലാ ഫർസിൻ, അവൻ കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണം. ഖാല റസൂലുള്ളാഹി, കുതിരപ്പുറത്താണ് വന്നതെങ്കിലും, ഒരു ആൾട്ടോ കാറിലാണ് പിരിവിന് വന്നതെങ്കിലും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു തആല
യാചകന്മാർക്കും അതുപോലെ യാചിക്കാതെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പാവങ്ങളുണ്ട്, അവർക്കും കൊടുക്കാൻ അല്ലാഹു തആല പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പണം സുഹൃത്തുക്കളെ മനുഷ്യരാശിയുടെ അടിസ്ഥാനമാണ് പണം. സൂറത്തുൽ നിസാ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തുസുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വലാ തുസുഫഹാ, വിഡ്ഢികൾക്ക് നിങ്ങൾ കൊടുക്കരുത്, അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വിഡ്ഢികൾക്ക് നിങ്ങൾ കൊടുക്കരുത്, അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, സമ്പത്ത് മാനവരാശിയുടെ നിലനിൽപ്പാണ്. പരിശുദ്ധ ഖുർആൻ. വളരെ കഷ്ടപ്പെട്ടാണ് മനുഷ്യർ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ ദൂർത്തടിക്കുന്നത് നല്ല സ്വഭാവമല്ല. നബി തിരുമേനി പറഞ്ഞു, ഇദാ അറാദല്ലാഹു അബ്ദൻ ഹവാന, ഒരു മനുഷ്യനെ അല്ലാഹു നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അൻഫഖ മാലഹു ഫിൽ ബുനിയാൻ ഖാല റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ അവന്റെ സമ്പത്ത് മുഴുവനും എവിടെ ചെലവഴിക്കും? സിമന്റിലും കമ്പിയിലും ചെലവഴിക്കും. പടച്ചോൻ കാക്കട്ടെ. ചില ആളുകളുണ്ട്, അവരുടെ പൈസ മുഴുവനും തുലക്കുന്നത് ബംഗ്ലാവ് പണിയാനാണ്. നബി തിരുമേനി പറയുന്നു, വലിയ വീട് ബംഗ്ലാവ് പണിയുന്നത് മഹത്വത്തിന്റെ മാനദണ്ഡമല്ല. ഒരു മനുഷ്യനെ അല്ലാഹു നിന്ദിക്കുന്നത് അവന്റെ സമ്പത്ത്, അവന്റെ അധ്വാനം മുഴുവനും അവൻ കെട്ടിടം പണിയാൻ കൊണ്ടുപോയി വിനിയോഗിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല ദൂർത്തടിക്കുന്നത് പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറെ വീടുകൾ കാണുന്നുണ്ടല്ലേ? എന്തിനാണ് ഇത്രയും വലിയ വീട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിറാശുൽ ലിർറജുൽ, ഒരു ബെഡ്റൂം പുരുഷന്, വഫിറാശുൽ ലിൽമർഅ, ഒരു ബെഡ്റൂം സ്ത്രീക്ക്, വസാലിസു ലില്ലൈഫ്, മൂന്നാമത്തെ ബെഡ്റൂം ഗസ്റ്റിന്, അതിഥിക്ക്, വറാബിഅതു ലിശൈത്താൻ, നാലാമത്തെ ബെഡ്റൂം പിശാചിനാണ്. എങ്ങനെയുണ്ട്? അപ്പൊ എത്ര ബെഡ്റൂം വേണം? ഇന്ന് 12 ബെഡ്റൂം, എല്ലാം ബാത്റൂം അറ്റാച്ച്മെന്റ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. വലിയ കൊട്ടാരം, 25 ലക്ഷം, 50 ലക്ഷം, 1/2 കോടി, 1 കോടി രൂപയുടെ വീട് ഇങ്ങനെ പണിത് കൂട്ടുകയാണ്. എന്താ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളും നബി തിരുമേനിയും നടക്കാൻ ഇറങ്ങിയപ്പോൾ ഫറആ ഖുബ്ബതൻ മുശ്രിഫതൻ, വലിയൊരു വീട് കണ്ടു. ഒരു സഹാബി വീട് പണിതിരിക്കുന്നു. ആ വീടിന്റെ മുകളിൽ ഒരു വലിയ കുബ്ബയുമുണ്ട്, ഒരു വലിയ ബംഗ്ലാവ്. നബി തിരുമേനി ചോദിച്ചു, ഈ വലിയ കുബ്ബയുള്ള ബംഗ്ലാവ് ആരുടേതാണ്? ഖുൽന, ഞങ്ങൾ ആ സഹാബിയുടെ പേര് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ വെറുപ്പോടുകൂടി പറയുകയാണ്, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സാഹിബിഹി. നബി തിരുമേനിയുടെ മുഖം വിവർണമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ, എല്ലാ എടുപ്പുകളും എല്ലാ രമ്യഹർമ്മ്യങ്ങളും, വബാലുൻ അലാ സാഹിബിഹി, അതിന്റെ ഉടമസ്ഥന് നാളെ പരീക്ഷണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇല്ലാ മാലാ ബുദ്ദ മിൻഹു, അത്യാവശ്യത്തിനുള്ളത് ഒഴിച്ച് വലിയ വീട് പണിയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. ഒരു വാസിയായ വീട് വേണം സുഹൃത്തുക്കളെ, വിശാലമായ ഒരു വീട്. 3 കാര്യം മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ 4 പറഞ്ഞു. അതിലൊന്നാണ് വീട്. നബി തിരുമേനി പറഞ്ഞു, 3 കാര്യം മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. മിൻ സആദത്തി ഇബ്നി ആദമ അൽ മർഅത്തുസ് സാലിഹ അൽ മർകബുസ് സാലിഹു വൽ മസ്കനുസ് സാലിഹു. ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് സാലിഹത്തായ ഭാര്യ, മറ്റൊന്ന് അൽ മർകബുസ് സാലിഹു, സാലിഹായ നല്ലൊരു ഭവനം, നല്ലൊരു വാഹനം, മറ്റൊന്ന് അൽ മസ്കനുസ് സാലിഹു, നല്ല സമാധാനം കിട്ടുന്ന ഒരു ഭവനം. ഇത് 3. വേറൊരു ഹദീസിൽ 4 കാര്യം എന്ന് നബി തിരുമേനി പറഞ്ഞു. അതേതൊക്കെയാ 4 കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 4 കാര്യം കിട്ടിയാൽ ഒരു മനുഷ്യൻ ദുനിയാവിൽ വിജയിച്ചു. അൻ തകൂന ഇംറഅതുഹു സാലിഹ, തന്റെ ഭാര്യ സാലിഹത്തായിരിക്കുക. 1. 2 വ ഔലാദുഹു അബ്റാറ, മക്കൾ അബ്റാറുകളായിരിക്കുക, സാലിഹീങ്ങളായിരിക്കുക. 3 വ ഖുലതാഉഹു സാലിഹീൻ, തന്റെ ഫ്രണ്ട്സ് സാലിഹീങ്ങളായിരിക്കുക. 3. 4-മത്തേത് നബി തിരുമേനി പറഞ്ഞു, വ അയ്യകൂന റിസ്ഖുഹു ഫീ ബലദി, നാട്ടിൽ തന്നെ ഭക്ഷണം കിട്ടുക. ഗൾഫിലൊന്നും പോവാതെ, പ്രവാസ ജീവിതത്തിലേക്ക് പോവാതെ നാട്ടിൽ റിസ്ക് കിട്ടുന്നത് 4-മത്തെ
നിഅമത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗൾഫുകാരോട് എനിക്ക് പറയാനുള്ളത്, ഗൾഫിൽ ചെന്ന് പാടുപെട്ടുണ്ടാക്കുന്ന കാശ് നാട്ടിൽ കൊണ്ടുവന്ന് ബംഗ്ലാവ് പണിയരുത്, പണം ദൂർത്തടിക്കരുത്. വലാ തുബയ്യിർ തബ്ദീറാ, നീ പണം ദൂർത്തടിക്കരുത്. പണം ദൂർത്തടിക്കുന്നവൻ എന്റെ സുഹൃത്തല്ല, അവൻ പിശാചിന്റെ സുഹൃത്താണ്. ഇന്നൽ മുബല്ലിരീൻ, പണം ദൂർത്തടിക്കുന്നവർ കാനോ ഇഖ്വാന ശയാതീൻ, അവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാച് റബ്ബിനോട് നന്ദി കെട്ടവനാണ്, നന്ദി കേട് കാണിച്ചവനാണ്. എന്തിനാ ഈ പണം ദൂർത്തടിക്കുന്നത്? ആവശ്യത്തിനൊരു വീട് പോലെ. സുഹൃത്തുക്കളെ, അള്ളാഹു തന്ന സമ്പത്തിൽ അവകാശികളുണ്ട്. ഉമ്മ മുതൽ, കൊച്ചുമ്മ മുതൽ, മാതൃ സഹോദരൻ മുതൽ, അതുപോലെ പെങ്ങൾ മുതൽ, ഭാര്യ മുതൽ എല്ലാവർക്കും അവരുടെ അവകാശം അരക്കിട്ടുറപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ചോദിച്ചു വരുന്നവർക്കും കൊടുക്കണം. വരാതെ അന്തസ്സും ആഭിജാത്യവും ഭയന്ന് വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവർക്കും കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല തന്ന സമ്പത്ത് അവകാശികൾക്ക് കൊടുക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഇതാ സോഷ്യലിസം എന്ന് പറയുന്നത്. തന്റെ പടച്ചവൻ തന്നെ നിഅമത്ത് തന്റെ സഹജീവികൾക്ക് പങ്കുവെക്കുന്നതാണ് സോഷ്യലിസം. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുക മാത്രമല്ല, അവിടുത്തെ പ്രായോഗിക ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ കാണിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ. നബി തിരുമേനി അവിടുന്ന് വിമോചകനാണ് മാനവരാശിയുടെ. സ്ത്രീകളുടെ വിമോചകനാണ്, തൊഴിലാളികളുടെ വിമോചകനാണ്. പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചു പൊട്ടിച്ച നബിയാണ്, ഭാരം ഇറക്കി വെച്ച നബിയാണ്. അവിടുന്ന് പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു കവി പാടി, തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കുന്നൊരു ചാരിതാർത്ഥ്യം. താൻ ഒറ്റയിൽ ബ്രഹ്മപദം, തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ. ഒരു കവി പാടി, തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ. നോക്കൂ, ചേരികളിൽ ജീവിക്കുന്ന പാവങ്ങൾ എത്രയോ ആളുകളുണ്ട്. മഴ പെയ്താൽ വീട് ചോർന്നൊലിക്കും, കഷ്ടപ്പെടുന്നവർ. തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കുന്നൊരു ചാരിതാർത്ഥ്യം. കവി ചോദിക്കുകയാണ്, നീ ഈശ്വര സാക്ഷാത്കാരം, അള്ളാഹുവിന്റെ അടുപ്പമല്ലേ ആഗ്രഹിക്കുന്നത്? പക്ഷേ നീ ജപമാല ചൊല്ലി വീട്ടിലിരുന്നാ മതിയോ? നീ പാവങ്ങളെ സഹായിക്കൂ. എന്താണ് ഇതിന്റെ അർത്ഥം സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഅതുൽ അജീറ അജ്റഹു ഖബല അൻ യജിഫ അറഖുഹു, തൊഴിലാളിക്ക് വേതനം കൊടുക്കണം അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്. ഖാല റസൂലുള്ളാഹി. കണ്ടോ, തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് വേതനം കൊടുക്കണം. ആരാ ഇത് ലോകത്ത് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇദാ തബഖത മറഖതൻ, നീ വീട്ടിൽ ഇറച്ചി വേവിച്ചാൽ, ഇദാ തബഖത മറഖതൻ, നീ വീട്ടിൽ ചാറ് വെച്ചാൽ, ഫസിദ് മാഅഹ, അതിന്റെ വെള്ളം കൂട്ടി വെക്ക്. വതആഹദ ജീറാനക, നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണം. ഖാല റസൂലുള്ളാഹി. വീട്ടിൽ ഇറച്ചി വെച്ചാൽ അല്പം ചാറ് കൂട്ടിവെച്ച് തൊട്ടടുത്ത വീട്ടിൽ കൊടുക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. എന്തിനാ സുഹൃത്തുക്കളെ നബി തിരുമേനി ഇത് പറഞ്ഞത്? എന്തിനാ ഇത് പറഞ്ഞത്? അയൽവാസികളോട് കടമയുണ്ട്. ഇന്ന് നോക്കൂ, വലിയ മതില് കെട്ടിപ്പൊക്കുകയാണ്. തിരുവല്ലയിൽ ഒരു ചേട്ടത്തിയുടെ മരണപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാരറിയുന്നത്, പുഴുത്ത് നാറിയപ്പോ. എന്താ കാരണം? വലിയ മതിൽ. ആരെയും ആ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല, പോവാറില്ല. മക്കളെല്ലാം അമേരിക്കയിലാണ്. പുഴു അരിച്ചു ദുർഗന്ധം വമിച്ചപ്പോഴാണ് ഒരു ഡെഡ് ബോഡി വീട്ടിനകത്തുണ്ട് എന്നറിയുന്നത്.
അയൽവാസികളോട് കടമയുണ്ട്. നബി തിരുമേനി പറയുകയാണ്, യൂസീനി ജിബ്രീൽ, മഹാനായ ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, ഫിൽ ജാർ, അയൽവാസിയുടെ ബന്ധം സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. അത്താലനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസു, അയൽവാസിക്ക് സ്വത്തിൽ അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അത്രയും കടമ അയൽവാസിയോടുണ്ട്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളുടെ ബന്ധത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അവിടെന്ന് പറഞ്ഞു, ഇറച്ചി വെച്ചാൽ വെള്ളം കൂട്ടിവെക്കാൻ പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാവരുടെയും വിമോചകനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, വൈദവ്യത്തിൽ കഴിയുന്ന വിധവകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, മൻ ആല സലാസ ബനാത്തിൻ ഔ അഖവാത്തിൻ, മുത്തായ നബി പറഞ്ഞു, ആരെങ്കിലും ദരിദ്രനായി തീർന്നു, 3 പെൺകുട്ടികളെ പോറ്റി വളർത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ 3 പെണ്ണന്മാരെ സംരക്ഷിച്ചതിന്റെ പേരിൽ ആരെങ്കിലും ദരിദ്രനായി തീർന്നാൽ ഞാനും അവനും സ്വർഗത്തിലാണ്. മറ്റൊരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ, ഭർത്താവിന്റെ വിയോഗത്തിൽ മനോദുഃഖം കടിച്ചിറക്കി കഴിയുന്ന വിധവയും, വൽ മിസ്കീൻ, പാവപ്പെട്ട അഗതികളെ സംരക്ഷിക്കുന്നവനും, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്ന പടയാളിയും ഒരുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, വിധവകളെ, ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിച്ചു കഴിയുന്ന വിധവകളെ സംരക്ഷിക്കാൻ നബി തിരുമേനി പറഞ്ഞു. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? നമുക്കൊരുപാട് കടമകളുണ്ട് സമൂഹത്തിനോട്. ഉമ്മയോട് തുടങ്ങിയ കടമ സമൂഹത്തിൽ അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പരിഗണിച്ച 2 ബന്ധമാണ്. ഒന്ന് അഗതികളെ സ്നേഹിക്കുക, മറ്റൊന്ന് അനാഥകളെ സ്നേഹിക്കുക. ഖുർആനിൽ അല്ലാഹു തആല യതീമിനെ പറഞ്ഞ സ്ഥലത്തൊക്കെ അഗതിയെയും പറഞ്ഞിട്ടില്ലേ? മഗ്രിബിന് നമ്മുടെ ഇമാം ഓതുന്ന ചെറിയ സൂറത്ത് എടുത്തു നോക്കൂ, ഒന്ന് പഠിക്കുക. അല്ലാഹു തആല സൂറത്തിൽ പറഞ്ഞത് മിസ്കീൻ, യതീം എന്ന സബ്ജക്റ്റാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ. കണ്ടില്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയേ, മദത്തെ കളവാക്കിയവനെ കണ്ടോ? ദീനിനെ നിഷേധിച്ചവനെ കണ്ടോ? അങ്ങ് കണ്ടോ? ആരാണ് അവനെന്ന് അറിയുമോ? അവനാണ് ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമിനെ ആട്ടി അകറ്റുന്നവൻ, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല അല്ലാഹു പറഞ്ഞു, പിന്നെ കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. വലാ യഹുല്ലു, അവൻ പ്രേരിപ്പിക്കുകയില്ല, അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാറില്ല. 2 കാര്യം മുന്നിൽ വെച്ചിട്ട് അള്ളാഹു പറഞ്ഞത് അവനാണ് മതനിഷേധി. എന്നിട്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് കണ്ടോ എങ്ങനെയാണെന്ന്? എത്ര വലിയവനാണെങ്കിലും ചിലപ്പോ തന്റെ അയൽപക്കത്തുള്ള പാവത്തിനോട് വായ്പ ചോദിക്കേണ്ടി വരും. അവൻ വായ്പ ചോദിച്ചാൽ പോലും കൊടുക്കാത്തവനാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവര് തടയുന്നു, അൽ മാഊൻ, പരോപകാര വസ്തുക്കളെ തടയുന്നു. ചോദിക്കുമ്പോൾ എന്തായി പരോപകാര വസ്തുക്കൾ എന്നറിയുമോ? സൂചി, പിക്കാസ്, തൂമ്പ, ബക്കറ്റ്, വെള്ളം കോരുന്ന പാത്രം. ഇത് നമ്മുടെ വീട്ടിൽ ചിലപ്പോ ചില സാധനങ്ങളില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിൽ ചിലപ്പോ ചില സാധനം വീട്ടിൽ കാണൂല. അയൽപക്കത്ത് ചോദിക്കുമ്പോ പെണ്ണുങ്ങൾ കണ്ണടയ്ക്കും, കൊടുക്കണ്ട. പരോപകാര വസ്തുക്കളെ അവർ തടയുന്നു. അവനാണ് മതനിഷേധി. യതീമിനെ ആട്ടിപ്പുറത്താക്കുന്നു, മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല, പരോപകാര വസ്തുക്കളെ തടയുന്നു. അവനാണ് ദീനിനെ കളവാക്കിയവൻ. നബിയെ അവിടുന്ന് കണ്ടില്ലേ? എന്തിനാണ് ഖുർആൻ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ ഷെയർ ചെയ്യണം. ഇപ്പോൾ അള്ളാഹു തന്ന സമ്പത്ത് തനിക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്നവനൊക്കെ അത് കൊടുക്കണം. അവിടെയാണ് റബ്ബിന്റെ പൊരുത്തം.
അല്ലാഹു തആല പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു ഒരു ദാസനെ സഹായിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ദാസൻ തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം നാം പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ സഹായിച്ചുകൂടെ? പരസ്പരം സഹായിച്ചുകൂടെ സുഹൃത്തുക്കളെ? അനാഥകളെയും അഗതികളെയും സ്നേഹിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മുറാദുകൾ ഹാസിലാകാനുണ്ടെങ്കിൽ യതീമിനെയും മിസ്കീനെയും നിങ്ങൾ പരിഗണിക്കുക. അവർക്ക് ആഹാരം കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് വസ്ത്രം കൊടുക്കാം. അതിന്റെ ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവും സുഹൃത്തുക്കളെ. ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹദറത്ത് റസൂലില്ല നബിയുടെ സദസ്സിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഹൃദയം കട്ടിയാണ്, ഞാൻ പരുക്കനാണ്, പരുഷനാണ്, എനിക്ക് ജനങ്ങളോട് മൃദുലമായി പെരുമാറാൻ കഴിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം നബിയേ? അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ, ഒരു മനുഷ്യനോട് ചിരിക്കുക പോലും ഇല്ലാതെ മസില് മുറുകുന്ന ഗൗരവത്തിലിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും അവർക്ക് ഈഗോയാണ്, പിശുക്കാണ്. പടച്ചോൻ കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വന്ന മനുഷ്യനോട് പറഞ്ഞു, സഹാബിയോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ആർദ്രമാകാൻ, നിങ്ങളുടെ ഹൃദയത്തിന് മയമുണ്ടാകാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. യതീമിനോട് കരുണ കാണിക്കണം. യതീമിനെ കണ്ടാൽ ശിരസ് തലോടി കൊടുക്കണം. നിന്റെ കൈയെന്നെടുത്ത് ആ യതീമിന്റെ തലയിൽ വെക്ക്. യതീമിന് തോന്നണം അവൻ അനാഥനല്ല, അവൻ സനാതനാണെന്ന് തോന്നണം. നീ നിന്റെ കൈ കൊണ്ട് ആ തലയൊന്ന് തടകി കൊടുക്കും. അല്ലാഹു തആല യതീമുകളെ കണ്ടാൽ ആ കൈ തലയിൽ വെച്ച് തടവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹൃദയത്തിന് മാറ്റം ഉണ്ടാവും. നബി പറഞ്ഞു, യലിൻ സദറുക, നിങ്ങളുടെ ഹൃദയം വിശാലമാകും. യലിൻ സദറുക, നിന്റെ നെഞ്ച് യതീമിന്റെ തലയിൽ കൈവച്ചാൽ വിശാലമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല യതീമിനെ സ്നേഹിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അതുപോലെ മിസ്കീൻ, ഖുർആൻ പറഞ്ഞ ഒരു വിഭാഗം, സക്കാത്ത് കൊടുക്കേണ്ട 8 വിഭാഗത്തിലൊരു വിഭാഗമായി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് മിസ്കീൻ, യതീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണുനീരൊപ്പാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഭവം ഞാൻ പറയട്ടെ. നബിയും സഹാബത്തും ഇരിക്കുകയാണ് ഇതുപോലെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് 4 കാര്യം സഹാബത്തിനോട് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇന്ന് സുന്നത്ത് നോമ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. നബിയെ, എനിക്കിന്ന് നോമ്പാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് അവിടുന്ന് ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തോ, മിസ്കീനിന് ആഹാരം കൊടുത്തോ? അപ്പോഴും സഹാബത്ത് നിശ്ചലമായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് മിസ്കീനിന് ആഹാരം കൊടുത്തിട്ടാണ് വരുന്നത്. 2. മൂന്നാമത് നബി തിരുമേനി ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീദ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രോഗിയെ സന്ദർശിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, രോഗിയെ സന്ദർശിച്ചു. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ രോഗിയെ സന്ദർശിച്ചു നബിയേ. 3. നോക്കൂ, ഒരു സദസ്സിനോട് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ് എല്ലാത്തിനും മറുപടി പറഞ്ഞത്. 4ാമത് ചോദിച്ചു, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളിൽ ആരെങ്കിലും മയ്യിത്തിനെ അനുഗമിച്ചോ? മയ്യിത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് സംസ്കരിക്കാൻ കൂടിയോ? അപ്പോൾ മറുപടി പറഞ്ഞത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മജ്തമഅത് ഹാദിഹിൽ ഖിസാലു ഫീ റജുലിൻ ഖത്തു, ഈ 4 കാര്യം ഏതൊരു മനുഷ്യനിൽ സമ്മേളിക്കുന്നു, ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവന്റെ പാർപ്പിടം സ്വർഗ്ഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, കഴിയുമെങ്കിൽ സുന്നത്ത് നോമ്പ് പിടിക്കുക, മിസ്കീനിന് ആഹാരം കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, മയ്യിത്തിനെ സംസ്കരിക്കുക. ഇന്ന് മയ്യിത്തിനെ സംസ്കരിക്കാൻ ആരാ ഉള്ളത്? അതിന് പ്രത്യേകം മുക്രിയുണ്ട്, അല്ലെങ്കിൽ മല്ലാക്കയുണ്ട്. മല്ലാക്കാക്കും മുക്രിക്കും വിട്ടുകൊടുക്കാതെ മയ്യിത്തിനെ കുളിപ്പിച്ച് സംസ്കരിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പ്രതിഫലമുണ്ട് സുഹൃത്തുക്കളെ. അതുപോലെ രോഗികളെ കാണാൻ പോവുക. രോഗികളെ കാണാൻ പോകുമ്പോൾ സ്വർഗത്തിലാണ് നിന്റെ വസന്തം എന്ന് നബിയുനാ റസൂലുള്ളാഹി.
രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് നീ രോഗിയെ കൊണ്ട് ദുആ ഇറപ്പിക്കണം. ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, രോഗിയുടെ ദുആ മാലാഖമാരുടെ ദുആ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല അത് സ്വീകരിക്കും. വലിയ പുണ്യമാണ് രോഗിയെ സന്ദർശിക്കുന്നതിലൊക്കെ. എന്താ ഞാനും നിങ്ങൾ നമ്മുടെ ഈഗോ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസം, ഇതിനൊന്നും സുഹൃത്തുക്കളെ നമ്മളെ സമ്മതിക്കുന്നില്ല അല്ലേ? അതിന് മാറ്റം ഉണ്ടാക്കാനാണ് ഈ വാദം ഇതുപോലെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, നബിയുടെ രണ്ടാമത്തെ ഖലീഫയാണല്ലോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അല്ലേ, നീതിമാനായ ഭരണാധികാരി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറിന്റെ ഭരണം ലോകത്ത് ചർച്ചയാണ്. മഹാത്മാഗാന്ധി വെടിയേക്കുന്നതിന് ദിവസം മുമ്പ് യങ് ഇന്ത്യയിൽ എഴുതി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വരണം. കാരണം നീതിപൂർവം ഭരിച്ച ഭരണാധികാരി. ബഗ്ദാദ് പട്ടണത്തിൽ ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഒരാട് പിടഞ്ഞു മരിച്ചാൽ, വെള്ളം കിട്ടാതെ മരിച്ചാൽ ഹസ്രത്ത് ഉമറിനോട് അള്ളാഹു വിചാരണ ചെയ്യും എന്ന് പറഞ്ഞ് വിലപിച്ച ഭരണാധികാരിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേകതയായിരുന്നു നിശയുടെ നിശബ്ദതയിൽ പാതിരാത്രി സമയത്ത് വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും. എന്തിന്? ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ, തന്റെ പാവപ്പെട്ട പ്രജകളുടെ ഏഴകളുടെ ദുഃഖമറിയാൻ. ഒരു ദിവസം ഹസ്രത്ത് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കുതിരപ്പുറത്ത് വേഷപ്രച്ഛന്നനായി ഇങ്ങനെ മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി സഞ്ചരിക്കുക. പാതിരാത്രി സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് കയറി. ഒരു ചെറ്റക്കുടിലിൽ ചെന്ന് കയറുന്നത് ഹസ്രത്ത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ടു. ഹസ്രത്ത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഉമർ എന്തിനാണ് രാത്രി വീട്ടിലേക്ക് വന്ന് കയറുന്നത്? ഹസ്രത്ത് ത്വൽഹത്ത് അടുത്ത പ്രഭാതത്തിൽ ആ വീട്ടിൽ ചെന്നു അന്വേഷിച്ചു. സലാം പറഞ്ഞുകൊണ്ട് കടന്നു. ഉമർ എന്തിനാണ് രാത്രി വന്നതെന്നറിയാൻ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പ്രഭാതത്തിൽ ആ കുടിലിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കവി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പനനാര് കൊണ്ടുവരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ. പനനാര് കൊണ്ടുവരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ. നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്, അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ വീട്ടിൽ ചെന്ന് കയറി സലാം ചൊല്ലി കയറിയപ്പോ കണ്ട കാഴ്ച എന്താ? ഒരു കിഴവി, വൃദ്ധയായ ഒരു സ്ത്രീ കട്ടിലിൽ ചുരുണ്ടു കിടക്കുന്നു. ആരാണ് നിങ്ങളെ നോക്കുന്നത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹു ആണ്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും കാഷ്ടിച്ച ചരട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചതു പിന്നെയും വെക്കുന്നതാ. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. പുതിയെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ആരാണെന്നറിയില്ല. എല്ലാ ദിവസവും രാത്രി ഒരാൾ ഇവിടെ വരും, എന്റെ മലവും മൂത്രവും ഒക്കെ നീക്കിത്തരും, സന്തോഷമുള്ള വർത്തമാനം പറയും, പൊതി തുറന്ന് ആഹാരം തരും എന്നെല്ലാം പറഞ്ഞപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ത്വൽഹത്ത് രാത്രി വരുന്നത് കണ്ടതാണ്. ഇതു കേട്ടുടൻ ത്വൽഹത്ത് കരയുന്നു. അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞിട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഇത് കേട്ട് ത്വൽഹത്ത് കരഞ്ഞു. ഉമ്മ അതാരാണെന്നറിയുമോ? കിസ്റയും കൈസറും വിറയ്ക്കുന്ന ഈജിപ്തിലെ മുഖൗഖിസ് രാജാവ് കേട്ടാൽ ഞെട്ടുന്ന മഹാനായ ഖലീഫ ഉമറാണത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ,
നോക്കൂ, മുസ്ലിം സാമ്രാജ്യത്തിന്റെ അധിപൻ, അമരക്കാരൻ, രാഷ്ട്രപതിയാണ് രാത്രി ഒരു കുടിലിൽ വന്ന് ഒരു രോഗിയായ, ഒരു വൃദ്ധയായ സ്ത്രീക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഖിദ്മത്ത് ചെയ്യുന്നത്. എന്തിനാണ് സുഹൃത്തുക്കളെ? ഹസരത്ത് ഉമർ മദീനയിൽ ചുരുണ്ടുകൂടാതെ കിടന്നുറങ്ങാതെ രാത്രി ഇറങ്ങിയത് എന്തിനാണ്? രോഗികളെ അവിടുന്ന് പരിചരിച്ചത്. അല്ലാഹുവിന്റെ പൊരുത്തം നേടാനല്ലേ, സ്വർഗം നേടാനല്ലേ. അതുകൊണ്ടാണ് കവി പാടിയത്, ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. ഹസരത്ത് ഉമറിനെ പോലെ സംഭാവന ചെയ്യാൻ ഒരു നാടിനും കഴിയില്ല, ഒരു ഉമ്മയും അതുപോലെ ഒരു ശിശുവിനെ പ്രസവിച്ചിട്ടില്ല. ആരാണിത് പാടിയത്? സഹീഹായ ഈ ഹദീസിൽ വന്ന സംഭവം സുഹൃത്തുക്കളെ, ഇത് ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് ഉസ്താദാണ് നമുക്ക് കൈരളിക്ക് ഇത് സമർപ്പിച്ചത്. തഴവ മലബാറിലെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തഴവാനെ ശംസുൽ ഉലമാന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഖബറുൽ ഉലമാന്നോ വിളിച്ചേര് അല്ലേ? പക്ഷെ തെക്കൻ കേരളത്തിലായതുകൊണ്ട് തഴവ ഉസ്താദ്, ഈ തെക്കൻ കേരളത്തിൽ ഒരു സ്വഭാവം ഉണ്ട്, ആരെയും കൂടുതൽ പൊന്തിക്കൂല. മനസ്സിലായില്ലേ? അതെന്താന്നറിയില്ല, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. മലബാറിൽ അതല്ല, മഹാന്മാരായ പണ്ഡിതന്മാരെ ഉലമാക്കട ശംസെന്ന് വിളിക്കും, സൂര്യൻ എന്ന് വിളിക്കും, ഉലമാക്കട ഖമർ എന്നൊക്കെ വിളിക്കും. തഴവ ഉസ്താദ് ആരായിരുന്നു സുഹൃത്തുക്കളെ? അദ്ദേഹത്തിന്റെ ആ കൃതിയിലെ മവാഹിബുൽ ജലിയ, അതിന് സത്യം പറഞ്ഞാൽ കേരളം കൈരളി അവാർഡ് കൊടുക്കേണ്ടതാണ്. പക്ഷേ തഴവ ഉസ്താദിനെ എല്ലാവരും മറന്നുപോയി. ഈ സംഭവം എനിക്കും നിങ്ങൾക്കും മാതൃകയാണ് സുഹൃത്തുക്കളെ. ഞാനും നിങ്ങളും ഇന്ന് സെൽഫിഷാണ്, സ്വാർത്ഥരാണ്. എനിക്കും നിങ്ങൾക്കും ഒരാളുടെ കൊട ഒന്ന് ചൂടിക്കൊടുക്കാൻ കഴിയില്ല. എന്റെ കാറിൽ അതാ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, 3 സീറ്റ് കാലിയാണ്, ഒരാളെ ടൗണിലേക്ക് കയറ്റാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയും നിസാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലികിൻ ഖാല റസൂലുള്ളാഹി, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും നിസാരമായി ഗണിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. തന്റെ സഹോദരനെ കണ്ടാൽ സലാം പറയുക, മുഖത്ത് നോക്കി ചിരിക്കുക. ഒരുപാട് ബന്ധങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളോട് നമുക്ക് കടമയുണ്ട്, മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് നമുക്ക് കടമയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം കൂടി പറഞ്ഞു ദുആരക്കാം സുഹൃത്തുക്കളെ. നബി തിരുമേനി സഹാബത്തിനോട് പറഞ്ഞു, സഹാബാക്കളെ, ബനൂ ഇസ്രായേലിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ബഗായ, അഭിസാരികയായിരുന്നു, ശരീരം വിറ്റ് നടന്നിരുന്ന ഒരു സ്ത്രീ. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി, ആ സ്ത്രീ കണ്ട ഒരു പട്ടി ദാഹം കൊണ്ട് പച്ച മണ്ണ് തിന്നുന്നത് കണ്ടു. ഉടനെ ആ സ്ത്രീ, അഭിസാരികയായ ആ പെണ്ണ് കിണറ്റിലേക്ക് ഇറങ്ങുകയും തന്റെ ചെരുപ്പ് ഊരുകയും ഷൂ ഊരുകയും ആ ഷൂ നിറച്ച് വെള്ളം നിറച്ചുകൊണ്ട് ആ പെണ്ണ് അവരുടെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് കിണറിന്റെ മുകളിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് ദാഹിച്ചു വലയുന്ന ആ പട്ടിക്ക് ആ സ്ത്രീ, അഭിസാരികയായ സ്ത്രീ വെള്ളമൊഴിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ആ പെണ്ണിന് ഫഗഫറല്ലാഹു ലഹാ, അല്ലാഹു പുറത്തു കൊടുത്തു. ദാഹിച്ചു വലഞ്ഞ ഒരു പട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ പേരിൽ അഭിസാരികയായ സ്ത്രീക്ക് അല്ലാഹു പുറത്തു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റാ, കന്നുകാലികൾക്കും മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്കും ഇഹ്സാൻ ചെയ്താൽ പുണ്യമുണ്ടോ റസൂലേ? അവിടെന്ന് പറഞ്ഞു, നഅം ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, ഏത് പച്ചക്കറളുള്ള ജീവിക്ക് ഇഹ്സാൻ ചെയ്താലും പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, എന്താണ് ഇസ്ലാം? നോക്കൂ, വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മരം, മാങ്ങയോ അല്ലെങ്കിൽ പപ്പായയോ, അതിൽ നിന്നൊരു പക്ഷി നിന്നാൽ സ്വതക്കയാണെന്ന് പഠിപ്പിച്ച നബിയുനാ റസൂലുള്ളാഹി. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസാ ഔ യസ്റഉ സർആ, നബി തിരുമേനി പറഞ്ഞു, ഒരു മുസ്ലിം കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുകയോ ചെയ്താൽ ഫയഅകുലു മിൻഹു ഇൻസാനുൻ ഔ തൈറുൻ ഔ ബഹീമ,
ആ ഫലവൃക്ഷത്തിൽ നിന്ന് ഒരു പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭുജിച്ചാൽ ഇല്ലാ കാന ലഹു സദഖത്തുൻ, നബി തിരുമേനി പറഞ്ഞു നിന്റെ സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ സദഖ എഴുതുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരിമാർക്ക് അവസാനമായി ഞാൻ ഒരു ഹദീസ് തരികയാണ്. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗവും അതിന്റെ ബാക്ക് ഭാഗവും നിങ്ങൾ നല്ല പൂന്തോട്ടങ്ങൾ കൊണ്ട്, നല്ല പൂച്ചെടികൾ കൊണ്ട്, നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന ഫലവൃക്ഷങ്ങൾ കൊണ്ട് ധന്യമാക്കണം. നിങ്ങൾക്കറിയാതെ ഗുണം വന്നു ചേരും. നബിയുനാ റസൂലുള്ളാഹി. നോക്കൂ, നല്ല ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു പേരക്ക, പപ്പായ, ഒരു പക്ഷി വന്ന് തിന്നാൽ, പച്ചിലക്കിളി തിന്നാൽ നബി പറഞ്ഞു അത് സദഖയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയോടും ഉപ്പയോടും തുടങ്ങിയ ബന്ധം അതാ അടുത്ത ബന്ധുക്കളിലേക്കും അകന്ന ബന്ധുക്കളിലേക്കും പിന്നീട് അനാഥ അഗതികളിലേക്കും സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് വാനലോകത്തുകൂടി നീങ്ങുന്ന പക്ഷികളിലേക്ക് ചെന്നു, അതാ ഭൂമിയിലുള്ള മൃഗങ്ങളിലേക്കും ചെന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികളെല്ലാം അല്ലാഹുവിന്റെ കുടുംബമാണ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി മൻ അഹ്സനു ഇലാ ഇയാലിഹി ഖാല റസൂലുള്ളാഹി. അല്ലാഹു സ്നേഹിക്കുന്നത് ആരാണോ സഹജീവികളെ സ്നേഹിക്കുന്നത്, ഇഹ്സാൻ ചെയ്യുന്നത്, പരോപകാരം ചെയ്യുന്നത്, അവരെ അല്ലാഹു സ്നേഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്നേഹം, അവന്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ച വഫാത്തായ മാസം ഇദാ റബീഉൽ അവ്വൽ നമ്മളോട് യാത്ര ചോദിക്കുക. ഈ വിഷയത്തിൽ നബിയെ നമ്മൾ മാതൃകയാക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാറില്ല. നബി ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ സഹാബാക്കളോട് പറയും ഒരു ഫക്കീർ വന്നിരിക്കുന്നു, നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഗസ്റ്റിനെ പോലെ ഭക്ഷണം കൊടുക്കുകയും എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഭാര്യമാരോട് പറയും, ഇല്ലെങ്കിൽ സഹാബത്തിനോട് പറയും ഇതാ ഒരു മിസ്കീൻ മുസാഫിർ വന്നിരിക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി ആഹാരം കൊടുക്ക്. നബിയുടെ ജീവിതത്തിൽ ഇല്ല എന്നൊരു പദം ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഹദീസിൽ കാണാം സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂല് സമസ്ത ലോകങ്ങൾക്കും കരുണയായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സൂറത്തുൽ അംബിയാ. നമ്മുടെ മദ്രസ കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആയത്തല്ലേ, വമാ അർസൽനാക, നാം താങ്കളെ അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ. നോക്കൂ, നബി ആരാ? റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹുവോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ റബ്ബുൽ ആലമീനാണ്, മുഴുവൻ ലോകങ്ങളുടെയും റബ്ബാണെങ്കിൽ നബി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളുടെയും റഹ്മത്താണ്. അല്ലാഹു ആണ് നബിക്ക് ഈ സ്ഥാനം കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുറിച്ച് ഒരു കവി പാടി, ബേബസോं के लिए दुख हमेशा उठाते थे प्यारे नबी. അശർണരെയും അബലകളെയും സഹായിച്ച നബിയാണ് നമ്മുടെ നബി. എല്ലാവരെയും ദുഃഖം ഒപ്പിയ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ജീവിതത്തെ മാതൃകയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനമായി ഒന്നുകൂടി ഉണർത്തുന്നു, സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും ഏറ്റവും കടപ്പാട് നമ്മുടെ ഉമ്മയോടാണ്. ആ ഉമ്മയ്ക്ക് വേണ്ടി, ബാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ ഏറ്റവും കടമ നബി തിരുമേനി പറഞ്ഞു സൗജുഹ, അവളുടെ ഭർത്താവാണ്. ഭർത്താവിനെ ഭർത്താവായിട്ട് കാണാൻ സ്ത്രീകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിറഞ്ഞ മനസ്സോടെ ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ദുആ ചെയ്യാം. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പെണ്ണ് അവൾ സാലിഹത്തായിരിക്കണം. ആരാണ് സാലിഹത്തായ പെണ്ണിന്റെ മാനദണ്ഡം? സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ് മുസ്ലിയാരെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീ ഇംറഅത്തുൻ, ഒരു പെണ്ണ്. നീ അവളെ കണ്ടാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. ഭർത്താവ് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കണം. നീ അവളുമായി വിട്ടകലുമ്പോൾ അവളുടെ ശരീരം അവൾ സൂക്ഷിക്കണം. നിന്റെ സമ്പത്തും. 3 ഗുണമുള്ള പെണ്ണ് സാലിഹത്താണ്. ഒന്ന് ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണ്, മറ്റൊന്ന് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, മറ്റൊന്ന് ഭർത്താവിന്റെ സമ്പത്തും അവളുടെ ശരീരവും.
രണ്ടും അമാനത്താണ്. ഈ 3 ഗുണം ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെയും ഭാര്യമാര് സാലിഹത്തായി. അല്ലാഹു തആല പടച്ചോൻ സാലിഹത്താക്കി തരട്ടെ. ഇല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെയാവും. കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ പിന്നെ പെട്ടുപോയെന്നും തോന്നി. പെട്ടുപോയെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു തആല പെടാതെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാരുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. അനുസരിക്കുന്ന ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവിന്റെ ധനവും അവളുടെ ശരീരവും. ഖുർആനും ഹദീസും പറഞ്ഞു 2 കാര്യം പെണ്ണിന് അമാനത്താണ്. ഒന്ന് പെണ്ണിന്റെ ശരീരം, ഒന്ന് ഭർത്താവിന്റെ സമ്പത്ത്. ഇതിൽ ഒരിക്കലും ഭാര്യ വഞ്ചന കാണിക്കരുത്. ഇന്നിപ്പോ പെണ്ണുങ്ങളുടെ ചിന്ത എന്താ അറിയോ? ഭർത്താവ് ഗൾഫിലല്ലേ, 5000 അയച്ചു തരുന്നുണ്ട്, അത് 5500 ആക്കണം. ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ മരുന്ന് കുപ്പി അടുക്കി വെച്ചിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു കൂട്ടുകാരോട് ഇതെന്താ? അപ്പൊ പറഞ്ഞു ഈ വീട്ടിലെ പെണ്ണുങ്ങള് ഭർത്താവ് ഗൾഫിലാണ്, മക്കള് കുടിച്ച മരുന്നിന്റെ കുപ്പിയാണിത്. അടുത്ത പ്രാവശ്യം ഭർത്താവ് വരുമ്പോ കാണിച്ചാലേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം മണി ഓർഡർ 6000 ആക്കുള്ളൂ. ഈ മരുന്നിന്റെ കുപ്പി എണ്ണീട്ട് വേണം കെട്ടിയവൻ പൈസ കൂടുതൽ അയക്കാൻ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എളിയ അഭ്യർത്ഥനയുണ്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പിഴിയരുത്. പാവപ്പെട്ട ഭർത്താക്കന്മാർ ഗൾഫിൽ ചെന്ന് ചോര നീരാക്കി ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ സമ്പത്ത് ദൂർത്തടിക്കാതെ സുഹൃത്തുക്കളെ മാന്യമായി നിങ്ങൾ അത് ചെലവഴിക്കണം. കവി പാടി, സാലിഹത്തായ പെണ്ണിനെ കുറിച്ച് ഒരു കവി പാടി, സ്നേഹം വിടർത്തുന്ന തോന്നിങ്കളാകുന്നു ഭാര്യ, പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞ 3 സിഫത്തും ഈ വരികളിൽ വന്നിട്ടുണ്ട്. മറ്റു ചില വരികളുണ്ട്, അതിനകത്ത് വേണ്ടാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും, അതൊന്നും ഞാൻ പാടുന്നില്ല. കൊള്ളാവുന്ന 3 വരി. അല്ലാഹു തആല പടച്ചവൻ ഒരു പെണ്ണിന് ഏറ്റവും കടമ അവളുടെ ഭർത്താവാണ്. ഒരു പുരുഷന് ഏറ്റവും കടമ ഉമ്മുഹു, എന്റെ ഉമ്മയാണ്. 2ാം സ്ഥാനം ഉപ്പയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. മാതാവിനെയും പിതാവിനെയും അവരർഹിക്കുന്ന റെസ്പെക്ട്, ബഹുമാനം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ ദുആയിൽ പങ്കാളികളായി അവർക്ക് വേണ്ടി ദിവസം 24 മണിക്കൂറിൽ ചുരുങ്ങിയത് 5 നേരം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി എന്ന് ദുആ ചെയ്യാൻ മക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കരുണയുള്ള റഹ്മാനെ, ദയാപരനായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഇൽമിനോട് അദബും ബഹുമാനവും നൽകാൻ തൗഫീഖ് തരണേ റഹ്മാനെ. ഇൽമിനെ സ്നേഹിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ കലാമും നിന്റെ ഹബീബായ നബിയുടെ ഹദീസുകളും ഉരുവിടുമ്പോൾ അതിന് ബഹുമാനത്തോടെ ഇരുന്ന് കേൾക്കാൻ തൗഫീഖ് തരണേ.